നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അള്ളാഹു ഹിദായത്തായി നിശ്ചയിച്ച വഴി പിന്തുടർന്നവർ മാത്രമേ ഹിദായത്ത് ലഭിച്ചവരാവുകയുള്ളൂ. അള്ളാഹു എന്താണോ ഹിദായത്തായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് അത് പിന്തുടർന്നവർ മാത്രമേ ഹിദായത്ത് ലഭിച്ചവരാവുകയുള്ളൂ. നമ്മൾ ഹിദായത്താണെന്ന് വിചാരിച്ച് പിന്തുടർന്നതൊന്നും ഹിദായത്ത് ആവുകയില്ല. അങ്ങനെ ഹിദായത്ത് കിട്ടൂല. അള്ളാഹു വഴികേടായി നിശ്ചയിച്ച വഴികൾ പിന്തുടർന്നവർ വഴികേടിലാവുകയും ചെയ്യുക, അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. അള്ളാഹ് വിധിച്ചതാണ്. ഹിദായത്തും വലാലത്തും അള്ളാഹു വിധിച്ചതാണ്. അതിലേത് പോയി പെടണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത്. ഹിദായത്തിനെ വലാലത്താക്കാനോ വലാലത്തിനെ ഹിദായത്താക്കാനോ ആർക്കും സാധ്യമല്ല, അധികാരവുമില്ല. ഹിദായത്ത് പിന്തുടർന്നവനെ വഴിപിഴപ്പിക്കാനോ വലാലത്ത് പിന്തുടർന്നവനെ രക്ഷപ്പെടുത്താനോ അതും ആർക്കും പറ്റില്ല. അതൊക്കെ ഓരോ മനുഷ്യന്മാരും സ്വയം തീരുമാനിച്ചെടുക്കേണ്ടതാണ്. അതാണ് മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല വമൻ യുദ്ലിൽ ഫലാ ഹാദിയ എന്നൊക്കെ നമ്മൾ പറയും. ഹിദായത്ത് വേണോ വലാലത്ത് വേണോ എന്ന് തീരുമാനിക്കുന്നതും ആ വഴിയിൽ ജീവിതം സമർപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവുമാണ് പ്രകൃതവുമൊക്കെയാണ് മനുഷ്യർക്ക് നമുക്ക് ഉള്ളത്. അതിന് പ്രകൃതമുണ്ട്, സാഹചര്യമുണ്ട്, സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. ഏത് വഴിയും നമുക്ക് തിരഞ്ഞെടുക്കാം, ആ വഴിയിലൂടെ സഞ്ചരിക്കാം. അതിനുള്ള പ്രകൃതവും സൗകര്യങ്ങളും ഒരുക്കപ്പെട്ടിരിക്കുന്നു. തീരുമാനമനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഭൗതിക ജീവിതം പരീക്ഷണത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് വലൗ ശിഅ്നാ ആതൈന കുല്ല നഫ്സിൻ ഹുദാഹ വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. സൂറത്തു സജ്ജതയിലാണ്. അതായത് നാം തീരുമാനിച്ചിരുന്നുവെങ്കിൽ ആത്തൈന നിശ്ചയമായും നാം നൽകുമായിരുന്നു, കുല്ലു നഫ്സിൻ എല്ലാ ഓരോരുത്തർക്കും അതിൻ്റെ സന്മാർഗം ഞാൻ നൽകുമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും സന്മാർഗം നൽകാനാണ് നാം തീരുമാനിച്ചിരുന്നത് എങ്കിൽ അത് ഞാൻ തന്നെ നൽകുമായിരുന്നു. വലാക്കിൻ പക്ഷേ ഹക്കൽ ഖൗലു മിന്നി എന്നിൽ നിന്നുള്ള ആ വാക്ക് യാഥാർത്ഥ്യമാണ്. അതായത് എൻ്റെ തീരുമാനം യാഥാർത്ഥ്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ എല്ലാവർക്കും നിർബന്ധമായിട്ട് ഹിദായത്ത് കൊടുക്കാൻ അള്ളാഹ് തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, നിശ്ചയമായും ജഹന്നമിനെ നാം നിറക്കുക തന്നെ ചെയ്യും. മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും കൊണ്ട് വലിയ ഒരു വിഭാഗത്തെ കൊണ്ട് ഞാനത് നിറക്കും. കാരണം ഹിദായത്തൊരു യാഥാർത്ഥ്യമാണെങ്കിൽ വലാലത്തും ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് അതിൻ്റെ സംഗതി. അപ്പോൾ ആ ഒരു പശ്ചാത്തലം വെച്ചിട്ടാണ് വലഖദ് ദറഅനാ, നിശ്ചയമായും നാം വിതച്ചിട്ടുണ്ട്, വ്യാപകമാക്കി വ്യാപിപ്പിച്ചിട്ടുണ്ട്, ലി ജഹന്നമ നരകത്തിലേക്ക് വേണ്ടി, കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, അതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ കാണാതിരുന്നിട്ടോ അശ്രദ്ധയിലാണോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് അള്ളാഹ് പറയുന്ന യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിൻ്റെ ജ്ഞാനമാണ് പറയുന്നത്. അള്ളാഹ് ആരെങ്കിലും ഇതിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് ഇരുട്ടിൻ്റെ സാന്നിധ്യമാണ് വെളിച്ചത്തെ പ്രസിദ്ധമാക്കുക. ഇരുട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ പിന്നെ വെളിച്ചത്തിന് പ്രസക്തിയില്ല. അതായത് നമുക്ക് പരീക്ഷണം വേണമെങ്കിൽ വലാലത്ത് ഇവിടെ വേണം. വലാലത്തില്ലെങ്കിൽ പിന്നെ പരീക്ഷിക്കുന്നതിൽ ഒരർത്ഥമില്ല. രണ്ടിനെയും സ്വീകരിക്കാനുള്ള പ്രകൃതം നമ്മളുടെ ഘടനയിലുണ്ട്. നമ്മളുടെ ഘടനയിൽ ഇതിനെ രണ്ടിനെയും സ്വീകരിക്കാനുള്ള പ്രകൃതമുണ്ട്. അതുകൊണ്ടാണ് അൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ എന്ന് പറയുന്നത്. ആ സംഗതി പറയണതിൻ്റെ മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര 7 വിരുദ്ധമായ പ്രതിഭാസങ്ങളെക്കുറിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത്. വശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ഷാഹ വസ്സമായി വമാ ബനാഹ വൽ അർളി വമാ തഹാഹ വനഫ്സിൻ വമാ സവ്വാഹ. കണ്ട, അതായത് വിരുദ്ധമായ പ്രതിഭാസങ്ങളെയൊക്കെ അങ്ങനെ എടുക്കുക. സൂര്യൻ, അതിൻ്റെ വെളിച്ചം, രാത്രി, അതിൻ്റെ ഇരുട്ട്, ഭൂമി, ആകാശം. നമ്മുടെ മനസ്സ് ഒന്ന് ഭൗതികതയോട് ഒട്ടിക്കെടുക്കുകയാണെന്നുവെച്ചെങ്കിൽ ഒന്ന് ആകാശത്തോട്ടാണ്. നമ്മുടെ ഘടന തന്നെയും അങ്ങനെയാണ്. പക്ഷെ ഇതിനൊക്കെ മേളിപ്പിക്കുകയാണ്. ഇതൊക്കെ വൈരുദ്ധ്യങ്ങളാണ്, പക്ഷേ ഒന്നിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇൽഹാം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫുജൂറുമുണ്ട്, നിങ്ങളുടെ തഖ്വയുമുണ്ട്, നിങ്ങളുടെ ധർമ്മബോധവുമുണ്ട്, അധർമ്മബോധവും നിങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇല്ലാതാകാനൊന്നും പറ്റില്ല. ഹിദായത്ത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ വലാലത്ത് മറ്റൊരു യാഥാർത്ഥ്യമാണെങ്കിൽ, വലാലത്തിൻ്റെ മുഖങ്ങൾ വിവിധങ്ങളാണെങ്കിൽ ധാരാളം മനുഷ്യരും ജിന്നുകളും അതിലേക്ക് ആകർഷിക്കപ്പെടുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് അതിൻ്റെ സംഗതി. അത് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു സംഗതിയേ ഉള്ളൂ. രണ്ട് സംഗതികൾ ഇവിടെ ഉണ്ടെങ്കിൽ രണ്ടിലേക്കും മനുഷ്യർ ആകർഷിക്കപ്പെടുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരിക്കും. മനുഷ്യനോ ജിന്നോ വലാലത്തിൽ എത്തിപ്പെടുന്നത് അള്ളാഹു അങ്ങനെ എത്തിപ്പെടണമെന്ന് തീരുമാനിച്ചത് കൊണ്ടല്ല. അതേസമയം ഹിദായത്ത് മനുഷ്യർക്ക് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുമില്ല. അതാണ് വലൗ ശിഅ്നാ ലറഫഅനാഹു, നേരത്തെ പറഞ്ഞു, നാം തീരുമാനിച്ചിരുന്നുവെങ്കിൽ നാം അവനെ ഉയർത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സൃഷ്ടിച്ച് വ്യാപിപ്പിച്ച ഈ ജിന്നിലും മനുഷ്യരിലും പെട്ട ധാരാളം നരകം സ്വന്തമാക്കുന്നവരായിരിക്കും. അതിൻ്റെ കാരണം അള്ളാഹു അവർക്ക് നരകം നിർബന്ധമാക്കിയതല്ല, നിർബന്ധമാക്കുന്ന വഴികൾ അവർ തിരഞ്ഞെടുത്തതാണ്. സംഗതി മനസ്സിലാവുന്നു? അള്ളാഹ് നിർബന്ധാക്കിയതല്ല, പക്ഷേ നിർബന്ധമാക്കുന്ന വഴികൾ അള്ളാഹു, അതായത് വലാലത്ത് അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്, അത് അവർ പോയിട്ട് തിരഞ്ഞെടുത്തതാണ്. അതാണ് സംഗതി. എന്നാൽ നിർബന്ധപൂർവ്വം അള്ളാഹു ഇത് പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്ന പരിപാടി അള്ളാഹുവിൻ്റെ നടപടിയിൽ പെട്ടതല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് അങ്ങനെ പെടാനുള്ള കാരണം എന്താ ചോദിച്ചാൽ, ലഹും കുലൂബും, അവർക്ക് മനസ്സുകളുണ്ട്. അള്ളാഹ് അവർക്ക് മനസ്സുകൾ കൊടുത്തിട്ടുണ്ട്. മനസ്സുകളുടെ നമ്മൾ എപ്പോഴും പറയാവുന്നൊരു സംഗതി, 3 അവസ്ഥകൾ മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അത് ഒന്ന് കൽബാണ്, അതായത് നന്മയും തിന്മയുമൊക്കെ യഥേഷ്ടം കയറി വരുന്ന ആ ഒരു അവസ്ഥയുണ്ട്. മറ്റൊന്ന് ഫുആദാണ്. ഫുആദ് നമ്മളുടെ ബുദ്ധി, യുക്തി, ബോധം, ധർമ്മബോധം, ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഏത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്ന അവസ്ഥ. അത് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉയരണം. കാലികളുടെ അവസ്ഥയിൽ നിന്നാൽ പറ്റില്ല. മനുഷ്യൻ എന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരാതെ ആ രണ്ടാമത്തെ പടി കടക്കില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെയും തീരുമാനിക്കാം, ധർമ്മം വേണോ അധർമ്മം വേണോ, സത്യം വേണോ വലാലത്ത് വേണോ എന്ന് തീരുമാനിക്കാം. അങ്ങനെ തീരുമാനമെടുത്ത അവസ്ഥക്കാണ് നമ്മൾ സ്വദർ എന്ന് പറയാം. സ്വദർ എന്ന് പറയാം. ഈ 3ാമത്തെ അവസ്ഥയിലാണ് നമ്മൾ അത് പ്രാക്ടിക്കൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മദ്രസയുടെ സദർ മുഅല്ലിമാകുന്നത്. മദ്രസയുടെ പ്രധാന അധ്യാപകൻ സദർ മുഅല്ലിമാകുന്നതൊക്കെ അതുകൊണ്ടാണ്. അയാളാണത് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ആൾ. ഇതാണ് ഈ 3 അവസ്ഥകൾ ഉണ്ട്. ഇതിൽ ഈ മനസ്സ് എന്നൊക്കെ പറയുന്നത് കാലികൾക്കുണ്ടാവും. പക്ഷെ ആ മറ്റേ 2 സംഗതികളുണ്ടല്ലോ, അത് അവർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് മനസ്സുണ്ട് അവർക്ക്, പക്ഷെ ലാ യഫ്ഖഹൂന ബിഹ, അതുകൊണ്ടൊന്നും അവർ ഗ്രഹിക്കുകയില്ല, ഒന്നും ഗ്രഹിക്കില്ല. മനസ്സൊക്കെ ഉണ്ട്. വലഹും, അവർ ആയുനും, അവർക്ക് കണ്ണുകളുണ്ട്. ലാ യുബ്സിറൂന ബിഹ, അത് അള്ളാഹു എന്തിനാണോ ഈ മനുഷ്യർക്ക് കണ്ണ് കൊടുത്തത് ആ ഉപയോഗം അതുകൊണ്ട് അവർ ചെയ്യില്ല. കാണേണ്ടത് കാണില്ല, കാണരുതാത്തത് കാണുകയും ചെയ്യും. വലഹും ആദാനുല്ല യസ്മഊന ബിഹ, അവർക്ക് ചെവികളുണ്ട്, പക്ഷെ ആ ചെവികളിലൂടെ അവർ കേൾക്കേണ്ടത്, മനുഷ്യൻ കേൾക്കേണ്ടത് പോലെ കേൾക്കില്ല, മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത് പോലെ ശ്രദ്ധിക്കില്ല, മനുഷ്യൻ വിശകലനം ചെയ്യേണ്ടതുപോലെ വിശകലനം ചെയ്യില്ല. അതൊന്നും അവർ ചെയ്യില്ല. വേണ്ടാത്തതൊക്കെ കേൾക്കുകയും വേണ്ടതൊന്നും കേൾക്കാതിരിക്കുകയും ചെയ്യുക. നമ്മുടെ സമൂഹത്തിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി. കാണേണ്ടതെന്തെങ്കിലും കാണുന്നുണ്ടോ, കേൾക്കേണ്ടതെന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? എന്നാൽ കാണരുതാത്തതൊക്കെ കാണുന്നു, കേൾക്കരുതാത്തതൊക്കെ കേൾക്കുന്നു. അതിൻ്റെ ആളുകളായി മാറുന്നു. അപ്പോഴാണ് അവരെക്കുറിച്ച് അള്ളാഹ് പറയുന്നത് ഉലൈകൽ അൻആം എന്ന് പറയും. കാരണം ഈ അൻആമുകളുടെ പണി എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് മനസ്സുണ്ട്, അവർക്ക് കാഴ്ചയുണ്ട്, അവർക്ക് കേൾവിയൊക്കെ ഉണ്ട്. പക്ഷെ അത് വെറും അവരുടെ ഭൗതിക ജീവിതവുമായി മാത്രമേ ബന്ധപ്പെട്ടുള്ളൂ. ഭൗതിക ജീവിതവുമായി മാത്രമേ ബന്ധപ്പെട്ടുള്ളൂ. അവർക്ക് തിന്നണോ കുടിക്കണോ, അവർ തിന്നാ ചത്തുപോകുന്ന സാധനങ്ങൾ അവർ തിന്നാണ്ട് മാറ്റി വെക്കണം ചെയ്യും. അതായത് അവരുടെ ഈ തീറ്റ കുടി ഭൗതികം, ഭൂമിയോട്, അതാണ് നേരത്തെ പറഞ്ഞത് അഹ്ലത എന്ന് പറഞ്ഞത്, ഭൂമിയോടൊട്ടിയ മനുഷ്യന്മാർ. ഭൂമി മാത്രമാണ്. പക്ഷെ മനുഷ്യൻ അതല്ല. കാലികൾക്ക് അതേ ആവശ്യമുള്ളൂ. കാലികൾക്ക് നമ്മൾ പറഞ്ഞ പോലെ ഒരു അഹ്സന് തക്വീമൊന്നുമില്ല, പരലോകത്തേക്ക് നീളുന്ന ഒരു സംഗതിയില്ല. അവർക്ക് ഈ മനുഷ്യരുടെ ഉപയോഗത്തിന് വേണ്ടി അള്ളാഹു ഭൂമിയിൽ അവരെ സൃഷ്ടിക്കുകയും അവർക്കൊരു ഹിദായത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കുമുണ്ടൊരു ഹിദായത്ത്. പക്ഷെ നമ്മളെ പോലെ രണ്ടാമതൊരു ഹിദായത്ത് അവർക്കില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിത് തിരഞ്ഞെടുക്കേണ്ട പ്രശ്നമില്ല. അവർക്ക് എന്താണോ കൊടുത്തത് അങ്ങനെ ജീവിച്ചു പോകാനേ പറ്റുള്ളൂ, അതേ അവർക്ക് സാധ്യമാവുകയുള്ളൂ. അതുപോലെയാണ് നമ്മളുമാകുന്നത്. നമുക്ക് എന്തൊക്കെ അള്ള ഏൽപ്പിച്ചിട്ടുണ്ടോ അതിലേക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നേയില്ല. നമ്മളുടെ വിഷയം എന്താ വെച്ചാൽ ഈ ഭൂമി, ഇവിടുത്തെ ജീവിതം ഇതെങ്ങനെയെങ്കിലും കഴിഞ്ഞു പോവുക എന്നുള്ളത് മാത്രമാണ്. ഇതാണ് നേരത്തെ നമ്മൾ നായയുടെ ഉദാഹരണമൊക്കെ പറഞ്ഞിട്ട് ആ നാവ് നീട്ടിയ നായനൊക്കെ കുറിച്ച് പറഞ്ഞ് ഉദാഹരണം പറയാം. ഇതൊക്കെ അതാണ് ഈ പറയുന്നത്. ഈ കാലികളൊന്നും ഭൂമിയിലെ ഖിലാഫത്ത് ഏറ്റെടുത്തവരല്ല. അവക്കൊന്നും ഇരട്ട സന്നദ്ധതയില്ല, നന്മ തിന്മ വിവേചനമില്ല, പരലോകത്തേക്കൊന്നും ഇടുന്ന ഒരു തക്വീമില്ല, അഹ്സനു തക്വീമ് അവർക്കില്ല. മനുഷ്യനെ അള്ളാഹു ഏൽപ്പിച്ച ഒരു ദൗത്യവും അവരെ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. അവയെ സംബന്ധിച്ച് അവ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അവരുടെ ഹിദായത്ത്. അവർക്ക് വേറൊരു ഹിദായത്തുമില്ല. പക്ഷെ എന്താ സംഭവിച്ചാൽ ഈ ഭൂമിയോടൊട്ടിയ മനുഷ്യൻ അൻആമുകൾ ഉപയോഗിക്കുന്നത് പോലെയേ ഈ സംഗതികളെ, അതായത് ഈ മനസ്സിനെ, കേൾവിയെ, കാഴ്ചയെ ഒക്കെ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് ഭൂമിയിലെ ഉപജീവനത്തിന് ആവശ്യമായത് മാത്രം. പരലോകമാണ് അവൻ്റെ ലക്ഷ്യമെന്നുള്ള ഈ സംഗതി തന്നെ മറന്നിരിക്കുന്നു. പരലോകമാണ് ഈ മനുഷ്യൻ്റെ ലക്ഷ്യം. മനുഷ്യൻ ഭൂമിയിലേക്കുള്ള ആളെയല്ല ഭൂമി ലക്ഷ്യമാക്കിയതല്ല. ഭൂമി എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള ഒരു സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഒരവസരമാണ്. നമ്മൾ ഗൾഫിൽ പോണ മാതിരിയാണ്. നമ്മളാരെങ്കിലും ഗൾഫിൽ നമ്മുടെ നാടാന്ന് വിചാരിക്കേണ്ട അവിടെ പോയിട്ട് ഇന്നതുപോലുള്ളൊരു സംഗതിയേ ഉള്ളൂ. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കില്ല മനുഷ്യൻ. പക്ഷേ ആ കാലികൾക്കത് മതി. കാരണം അവയുടെ ഹിദായത്താണ്, അവരുടെ തക്ദീറുകൾ അത് കൃത്യമായി അവറ്റ നിറവേറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വഴിപിഴച്ചവരല്ല. അവർ വഴിപിഴച്ച ഒരു സംഗതിയേ അല്ല. അവർ എന്താണോ അവർ തസ്ബീഹിലാണ്. കാരണം അള്ളാഹ് എന്താണോ അവരെ ഏൽപ്പിച്ചത് അതിൻ്റെ കടുകിട വ്യത്യാസമില്ലാതെ അവരത് നിർവഹിച്ചു കൊണ്ടേ ഇരിക്കുന്നു. എല്ലാ സൃഷ്ടികളും, ഈ മനുഷ്യനും ജിന്നും അല്ലാത്ത എല്ലാ സൃഷ്ടികളും. ഈ മനുഷ്യരും ജിന്നോ ഹും അവൽ, അവർ അങ്ങേയറ്റം വഴിപിഴച്ച രണ്ട് സൃഷ്ടികളാണ് ഈ കൂട്ടർ. അങ്ങേയറ്റം വഴിപിഴച്ച. കാരണം ഇവരെ പോലെ വഴിപിഴക്കാൻ ഇനി അവർ സൃഷ്ടിക്കും സാധ്യമല്ല എന്നുള്ളത്. കാരണം അവരിൽ നേരത്തെ പറഞ്ഞ ഈ ഇൽഹാം ചെയ്തിട്ടില്ല. ഫുജൂറിൻ്റെയും തഖ്വയുടെയും ഈ സോഫ്റ്റ്വെയറുകൾ അവരിൽ ഇല്ല. അവരിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിൽ മാത്രമേ ഈ രണ്ടെണ്ണം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവ വഴിതെറ്റുന്ന ഒരു പ്രശ്നമില്ല. നമുക്ക് വഴിതെറ്റാൻ കഴിയുന്നത് തന്നെ അങ്ങനെ ഒരു സംവിധാനം നമ്മളിൽ അള്ളാഹു ഉണ്ടാക്കിയത് കൊണ്ടാണ്. നമുക്ക് നന്നാവാൻ കഴിയുന്നതും ചീത്തയാവാൻ കഴിയുന്നതും അതാണ്. വമാ തശാഊന ഇല്ലാ അയ്യശാ അള്ളാഹ് എന്ന് പറയുന്നത്. അള്ളാഹ് അങ്ങനെ തീരുമാനിച്ചത് കൊണ്ടാണ് നമുക്ക് അതങ്ങനെ ആവാൻ കഴിയുന്നത്. ഇവരുടെ പ്രശ്നം ഉലായിക ഹുമുൽ ഗാഫിലൂൻ, എല്ലാത്തിനെക്കുറിച്ചും അശ്രദ്ധയാണ്. ഈ ഭൂമിയിലെ ജീവിതം എത്താത്ത മറ്റെന്തിനെക്കുറിച്ചും അശ്രദ്ധമാണ്. മനുഷ്യൻ അവനെക്കുറിച്ച് തന്നെ അശ്രദ്ധമാണ് എന്നുള്ളത് ഒരു പ്രശ്നം. ഇവരെക്കുറിച്ചിട്ടാണ് അള്ളാഹ് പറയുന്നത് സനഫ്റുഗു ലക്കും അയ്യുഹസ്സഖലാൻ, രണ്ട് ഭാരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വരുന്നുണ്ട് അള്ളാഹ് പറയാം. സൂറത്തുർ റഹ്മാനിലല്ലേ അല്ലേ? സനഫ്റുഗു ലക്കും അയ്യുഹസ്സഖലാൻ. ഇവരാണ് ഈ രണ്ട് സൃഷ്ടികളാണ്. ഇവരിലുള്ള ഈ വഴിപിഴച്ചവരാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വഴിപിഴച്ച കൂട്ടം. വഴിപിഴക്കാനുള്ള കാരണം അള്ളാഹു നൽകിയ ശേഷികൾ അവർക്ക് ചേർന്ന വിധം, അള്ളാഹു അവരെ ചുമതലപ്പെടുത്തിയ വിധം അവർ ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. അതാണ് അവർ വഴിപിഴക്കാനുള്ള കാരണം. കാലികളെപ്പോലെ കേവലം ഭൗതിക ജീവിതവുമായി ബന്ധപ്പെടുത്തി മാത്രം മനസ്സിലാക്കുകയും അങ്ങനെ ജീവിച്ച് ജീവിതം തീർക്കുകയും ചെയ്തവരും. നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹുവുമായിട്ടൊരു കരാറെടുത്തിട്ട് പോന്നവരാണ് നമ്മൾ. അള്ളാഹു മാത്രമാണ് നമ്മുടെ റബ്ബ് എന്ന് കരാറെടുത്ത് പോന്നവരാണ് നമ്മൾ. ജിന്നുകളും അത് മുമ്പേ എടുത്തിട്ടുണ്ടാവാം. ആ സംഭവത്തിൽ അത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ആ കരാറിനെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് നമ്മുടെ തന്നെ ഘടനയും നമ്മുടെ സംവിധാനങ്ങളൊക്കെ. അങ്ങനെ ഒരു കരാറിനെ സാക്ഷ്യപ്പെടുത്തുന്ന സംഗതിയാണ്. ആ കരാറിൻ്റെ അള്ളാഹു മാത്രമാണ് റബ്ബ് എന്നൊരു കരാർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് അനിവാര്യമായ സംഗതികൾ ഭൂമിയിലാണ്. ഒന്ന് അള്ളാഹു മാത്രമാണ് മലിക്ക്, മറ്റൊന്ന് അള്ളാഹു മാത്രമാണ് ഇലാഹ്. ഇത് അതിൻ്റെ അനിവാര്യമായ, അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അനിവാര്യമായിട്ട് അതിൻ്റെ കൂടെ കിട്ടും. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്നത് പോലെ അത് രണ്ടും അതിൻ്റെ കൂടെ വരുന്നതാണ്. ഈ സംഗതികളൊന്നും അവർ പരിഗണിച്ചേയില്ല, ഈ മനുഷ്യൻ പരിഗണിച്ചേയില്ല. കാരണം ഭൂമിയിൽ ജീവിക്കാൻ ഇതൊന്നും അത്യാവശ്യമില്ല എന്നുള്ളതാണ്. ഭൂമിയിൽ അള്ളാഹനെ റബ്ബായിട്ട് സ്വീകരിക്കേണ്ട, ഇലാഹായിട്ട് സ്വീകരിക്കേണ്ട, മലിക്കായിട്ട് സ്വീകരിക്കേണ്ട, അതൊന്നും വേണ്ട ഭൂമിയിൽ ജീവിക്കാൻ.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും അവർ പരിഗണിച്ചേ, ഈ മനുഷ്യനും ജിന്നൊന്നും ഇത് പരിഗണിച്ചേ ഇല്ല. വായു പോലെ, വെള്ളം പോലെ, ഭക്ഷണം പോലെ അനിവാര്യമായൊരു സംഗതിയേ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവർ പരിഗണിച്ചേയില്ല. ഭൂമിയുടെ ആവശ്യം മാത്രം നിറവേറ്റുന്നവരായി മനുഷ്യരും ജിന്നും കാലികളെപ്പോലെ അതിനപ്പുറത്തേക്ക് കടക്കാൻ കഴിയുന്നതായിരുന്നു അവരുടെ മനസ്സും ബുദ്ധിയും ബോധവും യുക്തിയും കണ്ണും കാതും ഒക്കെ അവർക്ക് കൊടുത്തത്. അതിൽ അപ്പുറം കടക്കാൻ ശേഷിയുള്ളതായിരുന്നു, പക്ഷേ ഉപയോഗിച്ചില്ല. മാടുകളെപ്പോലെ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, വിശിഷ്ടമായ നാമങ്ങളൊക്കെയും അള്ളാഹുവിന് മാത്രമാണ്. ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് അവനെ, അതായത് ഷിർക്കിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്ന വഴികളെക്കുറിച്ച് പറയാം. നേരത്തെ പറഞ്ഞ ഈ കാലികളെപ്പോലെ മനുഷ്യൻ ജീവിക്കാനുള്ള അവസ്ഥയിലേക്ക് മനുഷ്യരൊക്കെ എത്തിപ്പെടുന്ന ചില സംഗതികൾ പറയാം. അതിവിശിഷ്ട നാമങ്ങളിലൊക്കെ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. സമ്പൂർണ്ണ അർത്ഥപുഷ്ടിയോടെയുള്ള വിശേഷണ നാമങ്ങൾ. അത്തരം നാമങ്ങൾ കൊണ്ടേ അള്ളാഹുവിനെ അഭിസംബോധന ചെയ്യാൻ പാടുള്ളൂ. അത്തരം നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ മാത്രമേ അഭിസംബോധന ചെയ്യാവൂ എന്നുകൂടിയാണ് അതിൻ്റെ. അള്ളാഹുവിന് മാത്രം ഭൂഷണമായ നാമങ്ങൾ കൊണ്ട് മറ്റാരെയും അഭിസംബോധന ചെയ്യാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആനിലൂടെ, പ്രവാചക വചനങ്ങളിലൂടെ ആ നാമങ്ങൾ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ്. അതല്ലാത്ത പേരുകൾ നമ്മൾ അള്ളാഹുവിനെ വിളിക്കാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണം, പിതാവ്, മുത്തപ്പൻ, മൂർത്തി, കാളി, കൂളി, ഭദ്രകാളി, പമ്പാവാസൻ, ഗുരുവായൂരപ്പൻ, അമ്മ തുടങ്ങിയതൊക്കെ ദൈവത്തിന് പേരിട്ട് വിളിക്കുന്നതാണ്. ഇതൊന്നും അള്ളാഹിനെ വിളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന് മാത്രം ചേർന്ന വിശേഷണങ്ങളെ കൊണ്ട് സൃഷ്ടികളെ വിളിക്കാനും പാടില്ല. ഗൗസുൽ ആലം, മുദബ്ബിറുൽ ആലം, മലിക്കുൽ മുലൂക്ക്, മാലിക്കുൽ മുലൂക്ക്, കുത്തുബുൽ ആലം, കുത്തുബുസ്സമാൻ, അങ്ങനെ പലതും. ഇത് നമ്മൾ നോക്കണം, എവിടേക്കാ ഈ പോക്ക് പോണ് എന്ന് നോക്കുക. പേരിലടക്കം അള്ളാഹുവിൻ്റെ ഒരു കാര്യത്തിലും സൃഷ്ടികൾ കൈകടത്താൻ പാടില്ല. നമ്മളുടെ മുസ്ലിം സമൂഹം വരണൊക്കെ വിളിക്കണം ഈ പേരുകളിലാണ് നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ അള്ളാഹ് ഈ പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഷിർക്കിൽ നരകത്തിലേക്ക് എത്തിപ്പെടുന്ന വഴികൾ അള്ളാഹ് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരാം. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു എന്ത് പഠിപ്പിച്ചുവോ അവിടെ നിൽക്കണം. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്ത് നിൽക്കണം. അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ മനുഷ്യർക്ക് തോന്നും പോലെ തീരുമാനിക്കുന്നിടത്ത് നിന്നാണ് ബഹുദൈവത്വത്തിൻ്റെയും ദൈവനിഷേധത്തിൻ്റെയും തുടക്കമുണ്ടാവുക. അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ സ്വയം തീരുമാനിക്കാം. നമുക്കിഷ്ടമുള്ള ഒരു ദൈവത്തെ നാം സൃഷ്ടിച്ചെടുക്കുകയും യഥാർത്ഥ ദൈവത്തെ അതിൻ്റെ പിന്നിലേക്ക് നിർത്തുകയും ചെയ്യും. അതാണ് ഉണ്ടാകുക. നമ്മളതാ ചെയ്യാം. അള്ളാഹുവിനെ നമ്മുടെ സങ്കല്പത്തിലുള്ള പേരുകളിലൊക്കെ വിളിക്കാമെങ്കിൽ അതൊരു തുടക്കമാണ്. അടുത്ത പണി നമുക്കിഷ്ടമുള്ള രൂപങ്ങളിലൊക്കെ സങ്കല്പിക്കാം എന്നുള്ളതാണ്. വിഗ്രഹം അങ്ങനെ വരുന്നതാണ്. ആദ്യം വിളി തുടങ്ങും, പിന്നെ നമ്മൾ രൂപത്തെ സങ്കല്പിക്കും, എന്നിട്ട് വിഗ്രഹങ്ങളിലേക്ക് അത് ചാർക്കും, എന്നിട്ട് നമ്മൾ ആ വിഗ്രഹങ്ങളിൽ നമ്മളുടെ ദൈവസങ്കല്പം നമ്മൾ ആവിഷ്കരിക്കും. അങ്ങനെയാണ് വിഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. എത്ര ക്ലിയറായിട്ട് അതിൻ്റെ പോക്ക് നോക്കി. ഇതൊക്കെ ഇതാണ് ഈ മനസ്സും ബുദ്ധിയും കണ്ണും കാതും ഒക്കെ മനുഷ്യന്മാർക്ക് വെച്ചു കൊടുക്കണം. ഇതൊക്കെ ശരിക്ക് ഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ ഗുണനാമങ്ങളാണ്. അള്ളാഹുവിൻ്റെ സത്തയെ സംബന്ധിച്ച ഒരു പേരുണ്ടാവില്ല ഈ അള്ളാഹ് എന്നുള്ള സംഗതിയല്ലാതെ. ബാക്കിയുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടി, പരിപാലനം, അവൻ്റെ അങ്ങനത്തെ സംഗതികളെ കുറിച്ചിട്ടുള്ളതാണ്. എല്ലാ ഗുണങ്ങളുടെയും സമ്പൂർണത അള്ളാഹുവിലാണ്. ഒന്നിൻ്റെയും സമ്പൂർണത അള്ളാഹുവല്ലാത്ത മറ്റൊന്നിനുമില്ല. അത് എപ്രകാരം അള്ളാഹുവിൻ്റെ മഹത്വത്തെയും ഔന്നത്യത്തെയും പ്രതിദാനം ചെയ്യുന്ന ഏതു പേരിലും അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. അള്ളാഹുവിൻ്റെ മഹത്വത്തിനും ഔന്നത്യത്തിനും യോജിച്ചതാകണം. അതുകൊണ്ടാണ് സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു, ഖുലിദുല്ലാഹ വദുർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. പക്ഷേ ആ അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങൾ നമ്മളങ്ങനെ തീരുമാനിച്ചാൽ പറ്റില്ല. അത് റസൂലിലൂടെ അള്ളാഹു പഠിപ്പിച്ച മാതിരി നമുക്ക് കിട്ടണം. അതേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ഹോജരാജാവായ തമ്പുരാനെ ഒക്കെ പറഞ്ഞിട്ട് കുറേ പേരുകൾ നമുക്കുണ്ട് ഇതേമാതിരി. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ആ മഹത്വത്തിൽ എവിടെയെങ്കിലും ഒരു ഇടിവ് വന്നാൽ അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല.
അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ തോന്നിയ പോലെ സയ്യിദായ തമ്പുരാനെ എന്നൊക്കെ പറയുമ്പോൾ കുറേ രാജാക്കന്മാരുടെ ഒരു സയ്യിദാണ് ഈ അള്ളാഹ് എന്നൊക്കെ നമുക്കങ്ങ് തോന്നിപ്പോകും. അത് അങ്ങനത്തെ പദങ്ങളൊന്നും ഉപയോഗിച്ച് അള്ളാഹിനെ വിളിക്കരുത്. അത് അള്ളാഹ് റസൂലും പഠിപ്പിച്ച് അവിടെ ഒതുങ്ങി നിന്നാൽ മതിയല്ലോ. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പേരാക്കി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അബ്ദ് ചേർക്കണം. അബ്ദുള്ള, അബ്ദുറഹ്മാൻ എന്നൊക്കെ പോലുള്ള പേര്. അതുമാതിരി ഈ തെറ്റിക്കുക, അതാണ് ഈ യുൽഹിദൂന ഫി അസ്മാഇഹി. അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്ന് അതിൻ്റെ ആ കുറച്ചിട്ടൊക്കെ ആയിട്ട് തെറ്റിച്ച് ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിന് ചേരുന്നതും അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്തതുമായ, അള്ളാഹുവിന് ചേരാത്തതും അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്തതുമായ പേരുകളിൽ അള്ളാഹുവിനെ വിളിക്കുക, അള്ളാഹുവിൻ്റെ ഗുണങ്ങളെ തോന്നിയ പോലെ മനസ്സിലാക്കുക. ഇതൊക്കെ ശരിയായ പാതയിൽ നിന്നുള്ള ലഹദാണ്, ആ തെറ്റലാണ്. അതാണ് അള്ളാഹുവിന് മാത്രം ഭൂഷണമായ നാമങ്ങളിൽ അള്ളാഹുവല്ലാത്തവരെ വിളിക്കുക. ഉദാഹരണം, യേശുവിനെ കർത്താവ് എന്ന് വിളിക്കാം, ബുദ്ധനെ ഭഗവാൻ എന്ന് വിളിക്കാം, വിഗ്രഹങ്ങളെ ദൈവങ്ങളെന്ന് വിളിക്കാം. ഇതൊക്കെ നമ്മൾ വ്യാപകമായിട്ട് നമ്മളുടെ കാണുന്നത്. അതിൻ്റെ ഒക്കെ തുടക്കം എവിടുന്നാണെന്നായി പറയുവാനാണ്. അള്ളാഹുവിനെ അതാണ് വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി. അത് പേരിലാണെങ്കിലും ഏതിലാണെങ്കിലും അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഈ കാഴ്ചപ്പാടുണ്ടല്ലോ മനുഷ്യൻ്റെ, അതാണ് ഭദ്രമായിരിക്കേണ്ടത്. ആദ്യം ആരാണ് അള്ളാഹു, അത് ഭദ്രമാക്കലാണ് ഈ ഖുർആൻ്റെ ഒന്നാമത്തെ പണി. ആരാണ് അള്ളാഹു, അത് ഭദ്രമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ലഹദ് ഉണ്ടാവില്ല, എവിടേക്കും തെറ്റിപ്പോവില്ല. ആര് കൗസുല്ലാദം എന്ന് പറഞ്ഞാൽ ഈ പോയി എൻ്റെ പണി നോക്കുമെന്ന് പറയും. നമ്മൾ അതിലേക്കൊന്നും വീണ് പോവില്ല. ഈ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിയാത്തതാണ്. ഇതറിയാതിരിക്കാൻ വേണ്ടിയാണ് ഈ പൗരോഹിത്യം ഈ ഖുർആനിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുന്നത്. ഇതറിയരുത്. നമ്മൾ അള്ളാരാന്ന് പറയരുത്, നമ്മളാരാന്ന് പറയരുത്. ഇത് രണ്ടും അറിഞ്ഞാൽ നാളത്തെ റജബിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ നോമ്പിലേക്ക് നിങ്ങളെ വലിച്ചുകൊണ്ടുപോകാൻ പറ്റില്ല, ഉറപ്പാണ്. അതറിയാതിരിക്കുക എന്നുള്ളതാണ് ഈ പൗരോഹിത്യത്തിൻ്റെ. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ കാശൊക്കെ മുടക്കുന്നത്. അപ്പോൾ ഈ മഹലിന് വരിസംഖ്യ കൊടുക്കുന്നതടക്കം ഇതറിയാതിരിക്കാൻ നമ്മളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ സംഭാവന കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ യാഥാർത്ഥ്യം പറയണമോ, നമ്മളിപ്പോൾ അതാ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ മുസ്ലിം സമൂഹം അതാ ചെയ്തുകൊണ്ടിരിക്കണം. നരകത്തിലേക്ക് വലിച്ചു കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാരവാഹികളെ ആലോചിക്കുക, അതിന് പങ്കാളികളാവുന്നവരാണെന്നും ആലോചിക്കുക. ഒക്കെ പടച്ചോൻ്റെ മുന്നിൽ മറുപടി പറയേണ്ട കാര്യമാണ്. ഭാരവാഹിത്വം ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അവൻ്റെ തല പോയാലും അവൻ ഈ ഖുർആൻ ഈ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കണം. ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് അള്ളാഹുവിനെ ആ വിശിഷ്ട നാമങ്ങളെ കൊണ്ട് വിളിക്കുക. അതിൻ്റെ അർത്ഥം വെച്ചാൽ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ വിളിച്ചിട്ട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക. അതുമാതിരി നിരന്തരം പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഒഴിഞ്ഞ മനസ്സ് ഉണ്ടായിരിക്കരുത്. നമ്മളെന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കുക എന്നല്ല, പ്രാർത്ഥന ഒഴിഞ്ഞ ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കരുത്. പ്രാർത്ഥന നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിരിക്കണം, സജീവമായിരിക്കണം. അപ്പം നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ ഭക്ഷണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ സജീവമായിട്ടില്ലേ? എപ്പോഴും ഇല്ലേ? എപ്പോഴും ഉണ്ട്. എന്നതുപോലെ തന്നെ ദുആ എന്ന് പറയുന്നത് നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പാടില്ല. അത് നമുക്ക് ശീലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. അതിൽ വേറെ ആരും ഒരിടത്തും ഒരു ലേശവും കയറി വരാൻ പാടില്ല. പ്രത്യേക ആവശ്യങ്ങളൊന്നും ഉന്നയിക്കാതെ വിശുദ്ധ നാമങ്ങളിൽ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതും ദുആയാണ്. ഇപ്പോൾ ഉദാഹരണം, യാ അള്ളാഹ്, യാ റഹ്മാൻ, യാ റഹീം എന്നൊക്കെ നമ്മൾ പ്രത്യേകം നമുക്കൊരു ആവശ്യമില്ലാതെ തന്നെ നമ്മൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് ദുആയാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സമീപസ്ഥനാണെന്ന ബോധം നിലനിർത്താൻ അതുകൊണ്ട് കഴിയും. അള്ളാഹു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ബോധം നിലനിർത്തും. വിശ്വാസം ദൃഢീകരിക്കും. ഭൗതികാസക്തികളെ നിയന്ത്രിക്കും. ഭൗതികമായ ആസക്തികളെ നിയന്ത്രിക്കാം. പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റും. മനസ്സിന് എപ്പോഴും അതുകൊണ്ട് നല്ല സ്വസ്ഥത ഉണ്ടാവും. അള്ളാഹു റസൂല് പഠിപ്പിച്ചൊരു ദുആ ഉണ്ട്, ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇത് റസൂല് പഠിപ്പിച്ച, ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമൊന്നും ഉന്നയിക്കണം നമ്മൾ. പക്ഷേ ഇത് എപ്പോഴും നമ്മളിങ്ങനെ ദുആയാക്കിയിട്ട് നമ്മളിങ്ങനെ പറയാം. അതൊരു ഗംഭീര സംഭവമാണ്. അത് ആ ഭാഗം. ഇനി നമ്മൾ
വേറെ അതിലേക്കൊരു വരിക. കാരണം ഈ സമൂഹത്തിൽ നമ്മൾ നിരവധി വിഭാഗങ്ങൾ എങ്ങനെ കാണുന്നുണ്ടാവും. ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിം, ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിം, ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിം, ഞങ്ങളാണ് സ്വർഗ്ഗക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി വിഭാഗങ്ങളെ നമ്മൾ കാണും. വ മിമ്മൻ ഖലഖ്നാ ഉമ്മത്തും യഹ്ദൂന ബിൽ ഹഖി വബിഹി യഅദിലൂൻ. അതായത് അള്ളാഹു വിതച്ച ഈ മനുഷ്യരിലും ജിന്നിലും പെട്ടവരും വലിയൊരു വിഭാഗം നരകത്തിലാണെങ്കിലും അത് മാത്രമല്ല ഉള്ളത്. സത്യത്തിലേക്ക് നയിക്കുകയും സത്യപ്രകാരം ജീവിക്കുകയും നീതി പാലിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സംഘം അവരിലുണ്ട്. അത് എത്ര ചെറുതായാലും ആ ഒരു സംഘമുണ്ട്. അത് മുമ്പും ഉണ്ടായിരുന്നു. വേദക്കാരായ അവരിലും അതുണ്ടായിരുന്നു. അതായത് അതിൻ്റെ എണ്ണമല്ല അതിൻ്റെ പ്രശ്നം. ഇപ്പം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റക്ക് ഒരു പ്രസ്ഥാനമായിരുന്നു, ഒരു ഉമ്മത്തായിരുന്നു. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിത്തൻ ലില്ലാഹി ഹനീഫൻ എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതായത് ഒരു നന്മയുള്ള ഒരു സമൂഹത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരൊറ്റ വ്യക്തിയാണ്. മനുഷ്യരിൽ അധികവും മഹാഭൂരിപക്ഷവും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഗ്രഹിക്കാത്തവരും ശ്രദ്ധിക്കാത്തവരും അവഗണിക്കുന്നവരും കാലികൾക്ക് സമാനരും ഭൂമിയോടൊട്ടിയവരും ആയിരിക്കുമ്പോൾ തന്നെ ഈ ഒരു വിഭാഗമുണ്ടാവും. അവരിൽ യാഥാർത്ഥ്യം ഗ്രഹിച്ചവരും അതനുസരിച്ച് ജീവിക്കുന്നവരും അതിലേക്ക് ക്ഷണിക്കുന്നവരും ഭൂമിയിൽ നീതി നടപ്പിലാക്കാൻ പരിശ്രമിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ടാവും. അവർ ലോകത്ത് എവിടെയായാലും അവർ ഒരൊറ്റ ഉമ്മത്താണ്. അത് ബനൂ ഇസ്രായേലിലുണ്ടായിരുന്നു. വമിൻ ഖൗമി മൂസ ഉമ്മത്തുൻ യഹ്ദൂന ബിൽ ഹഖി വബിഹി യഅദിലൂൻ. മൂസാ നബിയുടെ ഖൗമിലും അതുണ്ടായിരുന്നു. മുഹമ്മദ് റസൂലിന് മുമ്പ് ഈ വിഭാഗമായിരുന്നു. ആ വിഭാഗം ഉണ്ടായിരുന്നത് ആ വേദക്കാരിലായിരുന്നു. മുഹമ്മദ് റസൂലിന് ശേഷം അത്തരക്കാർ മുഹമ്മദീയ ഉമ്മത്തിൽ ലയിച്ചുപോയി. അവരിതിൽ കൂടി. ഇനി അത്തരം ആളുകൾ ഉണ്ടാവുക മുഹമ്മദീയ ഈ ഉമ്മത്തിലായിരിക്കും, ഉമ്മത്തിലുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ 73 വിഭാഗം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഗതിയിലേക്ക് ഇതിനെങ്ങനെ ചേർത്ത് വെച്ച് നോക്കട്ടെ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റബീഉ ബിൻ അനസ് നിവേദനം ചെയ്യാം. ഇന്ന മിൻ ഉമ്മത്തി ഖൗമൻ അലൽ ഹഖി ഹത്താ യൻസിലു ഈസ ഇബ്നു മറിയം മത്താ മാ നസൽ. അതായത് ഈസാ നബി അലൈഹിസ്സലാം എപ്പോഴാണ് ഇറങ്ങി വരിക, അപ്പോൾ ഇറങ്ങി വരുന്നത് വരെ എൻ്റെ ഉമ്മത്തിൽ ഈ ഒരു കൗമ് ഈ യാഥാർത്ഥ്യം കൊണ്ടുള്ളവരുണ്ടാവും. ഈസാ നബി വന്നാൽ ഈസാ നബി. മറ്റൊരു നിവേദനം ഇബ്നു ജുറൈജിൽ നിന്നും ഇബ്നു മുൻദിറും തൊബരിയൊക്കെ ഉദ്ധരിക്കുന്നു. ഉമ്മത്തി ബിൽ ഹഖ് യഹ്കുമൂന വയഖ്ദൂന വയഖ്ദൂന വയുഅതൂൻ. എൻ്റെ ഉമ്മത്തിൽ ഒരു യാഥാർത്ഥ്യം കൊണ്ട് അവർ ഭരിക്കുകയും വിധിക്കുകയും എടുക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഉമ്മത്തുണ്ടായിരിക്കും. അതിൻ്റെ വലുപ്പോ ചെറുപ്പോ അല്ല, എത്ര ചെറുതാണെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാവും ഒന്നല്ല. ഇത്തരമൊരു വിഭാഗം ഉണ്ടാവണമെന്ന്, നിങ്ങളിൽ ഉണ്ടായിരിക്കണമെന്ന് അള്ളാഹു സൂറത്തു ആലി ഇംറാനിൽ 104 നമ്മളോട് പറയുന്നുണ്ട്. വൽ തക്കും മിൻകും ഉമ്മത്തും യദ്ഊന ഇലൽ ഖൈരി യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അങ്ങനെ ഒരു സമൂഹം, അതായത് ഖൈറിലേക്ക് വിളിക്കുകയും നല്ലത് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു ഉമ്മത്ത് നിങ്ങളിൽ നിന്ന് ഉണ്ടായിത്തീരണമെന്ന് അള്ളാഹു നമ്മളോട് ഇതിൻ്റെ തുടക്കത്തിലെ റസൂലിനോടും സഹാബാക്കളോടും കൽപ്പിച്ചതായി നമുക്ക് കാണാം. അത് നമ്മളാണ് ഏറ്റെടുക്കേണ്ടത്. നമ്മളാണ് അതിൻ്റെ ആളോ തരോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്. ആ യാഥാർത്ഥ്യത്തോടൊപ്പം നിൽക്കാനുള്ള ഈ സ്വതറുണ്ടല്ലോ, ആ തീരുമാനം അത് നമ്മളിൽ നിന്നുണ്ടാവണം. കാരണം അതിൻ്റെ പ്രതിഫലം ഈ ഭൂമിയിലെ ഭരണമൊന്നും ആയിക്കൊള്ളണമെന്നില്ല, പക്ഷേ സ്വർഗമായിരിക്കും. അതാണ് അതിൻ്റെ സംഗതി. ഈ മറ്റു പ്രവാചക സമൂഹങ്ങളെ പോലെ ഈ സമൂഹത്തിനും പല വ്യതിയാനങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അവരിൽ അനേകം സംഘങ്ങളുണ്ട്. ഓരോന്നിനും അവരുടേതായ വ്യാഖ്യാനങ്ങളുണ്ട്, ന്യായീകരണങ്ങളുണ്ട്, കർമ്മരീതികളുണ്ട്. എങ്കിലും എല്ലായ്പ്പോഴും ഇസ്ലാമിൻ്റെ യഥാർത്ഥ പ്രതിനിധാനങ്ങളായി ചില ചെറിയ ഗ്രൂപ്പുകൾ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അവരെ തിരിച്ചറിയാൻ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച അടയാളമുണ്ട്. അതെന്താ വെച്ചാൽ മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബാക്കളും ഏതൊന്നിലാണോ അതിലുള്ളവരാണ് അവർ. തറക്തു ഫീക്കും മാ ഇൻ തമസ്സക്തും ബിഹി ലൻ തദില്ലു കിതാബുല്ലാഹി വസുന്നത്തി, ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്ന അത് മുറുകെ പിടിക്കുന്ന, അതാണ് കിതാബുല്ലാഹി, അള്ളാഹുവിൻ്റെ ഈ ഖുർആനും എൻ്റെ ചര്യയും. ഇത് രണ്ടും മുറുകെ പിടിക്കുന്ന ആൾക്കാരാണ് ആ പറയുന്ന ഉമ്മത്ത്. ഇത് രണ്ടും പഠിക്കാത്തവരോ കാണാത്തവരോ കേൾക്കാത്തവരോ അറിയാത്തവരോ
സുന്നത്ത് എന്താണെന്ന് തെക്കുമടക്കം നിശ്ചയില്ലാത്തവരോ അവരെക്കുറിച്ചല്ല അള്ളാഹു ഈ പറയുന്നത്. ഇത് രണ്ടും അറിയുകയും ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യുന്നവരെ കുറിച്ചാണ്. ഇനി നമുക്ക് ആലോചിക്കാം ഇതൊക്കെ ആരാണെന്ന് നമുക്ക് ആലോചിക്കാം. ഇവിടെ ഖുർആനിലേക്ക് വിളിക്കുന്നവരാരാണ്? ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നവരാരാണ്? ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാരാണ്? ബാക്കിയുള്ള കൂട്ടർ എന്തിലേക്കാണ് വിളിക്കുന്നത്? അവരുടെ പാരമ്പര്യത്തിലേക്കാണ് വിളിക്കണം, ഖുർആനിലേക്കും സുന്നത്തിലേക്കുമല്ല. ഇനി നമുക്ക് തീരുമാനിക്കാം. നമുക്ക് മനസ്സുണ്ട്, നമുക്ക് കേൾവിയുണ്ട്, നമുക്ക് കാഴ്ചയുണ്ട്, നമുക്ക് ബുദ്ധിയുണ്ട്, യുക്തിയുണ്ട്, ബോധമുണ്ട്, ഒക്കെ ഉണ്ട്. നമുക്ക് തീരുമാനിക്കാം ഏതാ വേണ്ടത് ഏതാ വേണ്ടാത്തതെന്നൊക്കെ. രണ്ടിനും മറുപടി അവരെ തന്നെ ഓരോരുത്തരും പോയി പറയേണ്ടി വരും. വല്ലദീന കസ്സബൂബി ആയാത്തിന, ഇതൊക്കെയാണ് ഈ അള്ളാഹുവിൻ്റെ ആയാത്തുകൾ. ഈ പ്രത്യേകിച്ച് ഈ സൂറത്തുൽ അറാഫിൽ മനുഷ്യ സൃഷ്ടിയുടെ തുടക്കം മുതൽ അള്ളാഹ് പറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ട്. നമ്മളെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും നമ്മളെക്കുറിച്ചും അള്ളാഹു നമുക്ക് പറഞ്ഞു തന്ന, അതായത് അള്ളാഹുവിന് മാത്രം പറയാൻ കഴിയുന്ന കാര്യങ്ങൾ, നമുക്ക് പ്രത്യക്ഷത്തിലില്ലാത്ത കുറേ കാര്യങ്ങൾ, അത് പറയാനാണല്ലോ റസൂലന്മാരെ പറഞ്ഞേക്കണം. നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ റസൂലിനെ പറഞ്ഞേക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് നിഷേധിക്കുന്ന ആളുകൾ സനസ്തതിരിജുഹും, അവരെ നാം എന്തു ചെയ്യും? പടി കയറ്റും. ശിക്ഷയുടെ പടികളാണ് കയറ്റുന്നത്. ദറജ കയറ്റി കൊടുക്കും. മീൻ ഹൈസുലായ അലമൂൻ, ഒരിക്കലും അവർ പോലും അതറിയില്ല അവരങ്ങണ്ടാ പോകുന്നതെന്നുള്ളത്. അതാണ് ഇപ്പം ഇതൊക്കെ നമ്മുടെ ഈ സമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഏതോ ബനൂ ഇസ്രായേലിനോട് 10,500 കൊല്ലം മുമ്പ് അന്ന് പറഞ്ഞതാണെന്നുള്ളതല്ല. ഇന്ന് നമ്മളുടെ സമൂഹത്തിലേക്കും മനുഷ്യ സമൂഹത്തിലേക്കും നമ്മിലേക്കൊക്കെ നമ്മൾ നോക്കുക. എന്നിട്ട് ഈ പറയുന്നത് പോലെ തന്നെയാണോ ഇപ്പോൾ ഉള്ളത് നോക്കുക. അപ്പോൾ നമുക്കിത് വേഗം മനസ്സിലാവും. അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളുടെ യാഥാർത്ഥ്യം ഗ്രഹിച്ചില്ലെങ്കിൽ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ ലോകമുണ്ട്. അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് ശരിക്കും നമ്മൾ ഗ്രഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വേഗം തെറ്റിദ്ധാരണയിൽ പോയി അകപ്പെടും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയുടെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ ഈ പ്രതിഭാസം നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ഭൂമി എന്തിനാണ്, നമ്മളെന്തിനാണ്, ഇത് ശരിക്കും നമ്മൾ ഈ അള്ളാഹ് പറയുന്ന ഈ സംഗതികൾ മനസ്സിലാക്കി ഇല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന പ്രതിഭാസത്തെ നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. അള്ളാഹു ഈ ഖുർആനിലൂടെ പ്രവാചകനിലൂടെ ഈ പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളിലൂടെ നമുക്ക് നൽകുന്ന തെളിവുകളുണ്ട്. സവിശേഷം ഈ അറാഫ് അധ്യായത്തിലൂടെ മനുഷ്യൻ എന്ന ഈ സൃഷ്ടിയുടെ അതിൻ്റെ തുടക്കം മുതൽ അള്ളാഹു വ്യക്തമാക്കിയ യാഥാർത്ഥ്യങ്ങൾ, അതിനെയൊക്കെ തള്ളിക്കളഞ്ഞവരെ, നിഷേധിച്ചവരെ, അവരുടെ പന പോലെയുള്ള വളർച്ച, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഇതിനൊക്കെ തള്ളിക്കളഞ്ഞ ആളുകൾ ഇങ്ങനെ പന പോലെ വളരുകയാണ് ഇവിടെ. ഇതിനെ എങ്ങനെ നമ്മൾ വിശദീകരിക്കുമെന്നുള്ളതാണ് ഏവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രതിഭാസം. ഈ വിശ്വാസം ശരിക്കും നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, ഈ ഖുർആനിൽ നിന്നും ഈ പ്രവാചകനിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തന്നെ കുത്തിയൊലിച്ചു പോകും. കാരണം നമ്മുടെ കൺമുന്നിൽ കാണുന്ന സംഗതികൾ വേറെയാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഗ്രഹിച്ചവരെയും അംഗീകരിച്ചവരെയും ഒഴികെ എല്ലാവരെയും ഇത് വലിച്ചു കൊണ്ടുപോകും. യഥാർത്ഥ വിശ്വാസികൾക്ക് അതിലൊരു അതിശയവും ഉണ്ടാവുകയുമില്ല. ഈ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു അതിശയം ഉണ്ടാവില്ല. ആ നടപടിക്രമം പറയാണ്, സനസ്തതിരിജുഹും, നാശത്തിലേക്ക് അവരെ അള്ളാഹ് പടിങ്ങനെ കയറ്റിക്കൊണ്ടുപോകും ഈ ആളുകളെ. അതെന്തിന്? അതായത് പടിയിൽ കയറി ആ നാശത്തിലേക്കാണ് അവർ കയറിപ്പോകുന്നത് എന്ന് അവർ പോലും അറിയില്ല. കാരണം അവരുടെ പദ്ധതികളൊക്കെ അങ്ങനെ വിജയിക്കുകയാണ്. അവരുടെ അധികാരം നേടുകയാണ്, സമ്പത്ത് നേടുന്നു, മഹാഭൂരിപക്ഷം അവരുടെ പിറകെയാണ്. എല്ലാത്തിലും അവർ തൊട്ടതൊക്കെ വിജയിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അമേരിക്ക, ട്രംപ്, ഇവരൊക്കെ നോക്കി നമ്മൾ എല്ലാം നോക്കി. നമ്മളുടെ ഈ സമുദായ സംഘടനകൾ ഓരോ യാത്ര അങ്ങോട്ട് നടത്തുമ്പോഴേക്കും കണ്ട കോടികൾ ഇങ്ങനെ പിരിയുന്നു. ജനങ്ങളിങ്ങനെ പാർട്ടിക്കാരടക്കം അവരെ ഏറ്റെടുക്കുന്നു. അവരിങ്ങനെ വിജയിക്കുകയാണെന്ന് അവർക്ക് തന്നെ തോന്നുകയാണ്. ഒരിക്കലും അവർ പരാജയപ്പെടുക എന്ന് അവർ തോന്നില്ല. കാരണം എന്താ ചോദിച്ചാൽ, ഈ ഭൂമി മാത്രം ലക്ഷ്യമാകുമ്പോൾ പിന്നെ വിജയം അതാണ്. പരലോകം വരുമ്പോഴേ മറ്റേ പ്രശ്നം വരുന്നുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ വിചാരിക്കുക എന്താ ചോദിച്ചാൽ, ഇവരിങ്ങനെ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകം അവരുടെ മുന്നിൽ ഇങ്ങനെ കീഴടങ്ങുകയാണ്. ഇനി സയൻസ് കൊണ്ട് അവർ പ്രപഞ്ചം മുഴുവൻ കീഴടക്കാൻ പോവുകയാണ്. ഈ വക ധാരണകളിൽ അവരങ്ങനെ ജീവിക്കുകയാണ്. എന്നാൽ തൊട്ടടുത്താണ് മരണം എന്നുള്ള സംഗതി അവരൊരിക്കലും
അവരത് യാഥാർത്ഥ്യമാക്കുകയാണെന്നുവെച്ചെങ്കിൽ അവർക്ക് ഒരു സെക്കൻഡ് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ അറിയാത്ത മട്ടത്തിൽ അവരെ അള്ളാഹു ഇങ്ങനെ ആ ശിക്ഷയുടെ പടി കയറ്റിക്കൊണ്ടുപോകാം. അതിന് 2 കാരണങ്ങളുണ്ട്. അതെന്താ വെച്ചാൽ ഉംലീലഹും ഇന്ന കൈദീ മത്തി എന്നാണ്. ഒന്ന്, അവർക്ക് ഇതിലേക്ക് തിരിച്ചു വരാൻ, അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായി എപ്പോഴും മരണത്തിൻ്റെ മുന്നേ ഇതിലേക്ക് തിരിച്ചു വരാൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, അതിനെ നിഷേധിച്ചാൽ അയാൾക്ക് ആവുന്നത്ര സമ്പാദിക്കാനുള്ള അവസരം കൊടുക്കുക. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൽ പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ കൂടുതൽ അക്രമിയാകുന്നതിന് നമ്മൾ ബേജാറായിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അത് അള്ളാഹ് വെച്ച സിസ്റ്റമാണ്. അതിൻ്റെ മുകളിലൊന്നും നമുക്ക് പോയി കയറി ഇടപെടാൻ പറ്റില്ല. നമുക്ക് ചെയ്യാവുന്നത് എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ ഹിദായത്തിൻ്റെ മാർഗം നമുക്ക് തിരഞ്ഞെടുക്കാമെന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഘം അതിന് എത്തുമ്പോൾ അള്ളാഹു അതിൻ്റെ മേൽ ഇവർക്ക് ആധിപത്യം കൊടുക്കും. അത് അങ്ങനെ സംഭവിക്കും. അത് 2-3 ആളാണെങ്കിൽ ചിലപ്പോൾ ആധിപത്യം കൊടുത്തോളൊന്നുമില്ല. ഇപ്പം നൂഹ് നബി ആ കണ്ട കാലമൊക്കെ പണിയെടുത്തിട്ട് ആധിപത്യമൊന്നും കൊടുത്തില്ല. മൂസാ നബി പണിയെടുത്തിട്ട് മൂസാ നബിക്കും കിട്ടിയില്ല. അങ്ങനത്തെ ആ സ്വന്തം സമൂഹത്തിനെ പോലെ തന്നെ പോലും ഇത് കിട്ടിയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ എത്ര ചെറിയ സമൂഹം എത്ര പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും വിശ്വാസികൾക്കും ഉണ്ട് അതിലൊരു കാര്യം. അതെന്താ ചോദിച്ചാൽ അയാളുടെ വിശ്വാസം അള്ളാഹ് അതിൻ്റെ പരമാവധി പരീക്ഷിക്കും. അയാളുടെ എത്രമാത്രം ഇയാൾ ഇതിൽ ഉറച്ചു നിൽക്കുന്ന അയാൾ പരീക്ഷിക്കും, അള്ളാഹ് പരീക്ഷിക്കും. അതേപോലെ ഈ പരീക്ഷണത്തിലെ ഈ വിജയങ്ങളും ഈ അനുഭവങ്ങളും ഒക്കെ അയാൾക്ക് പരലോകത്ത് അള്ളാഹു പ്രതിഫലമായി നൽകുകയും ചെയ്യും. അത് രണ്ടും അതിൻ്റെ ഭാഗമാണ്. അള്ളാഹ് പറയണ അതിനെ കുറിച്ചിട്ട് റബ്ബുക്കൽ ഗഫൂർ ദുർ റഹ്മ ലൗ യുആഖിദുകും ബിമാ കസബു ലഅജ്ജല ലഹുമുൽ അദാബ് ബൽ ലഹും മൗഇദുൻ ലൻ യജിദു മിൻ ദൂനിഹി മൗഇല. അതായത് അള്ളാഹു ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്ക് അവരെ അപ്പം തന്നെ പിടിച്ച് ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ അത് അള്ളാഹു ശിക്ഷിക്കാതിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. പക്ഷെ അതിനൊരു അവധി വച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പം നമുക്കൊക്കെ ഈ ചാൻസ് കിട്ടുന്നത്. അപ്പം ഞാൻ ഈ ഖുർആൻ പഠിക്കാൻ തുടങ്ങുന്നത് 45 വയസ്സ് കഴിഞ്ഞിട്ടാണ്. 45 വയസ്സിൽ നമ്മുടെ പണി അയച്ച് എന്തുണ്ടാവും? ഉണ്ടാവില്ല. അപ്പം നമുക്ക് അവധി കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ആ കാരുണ്യത്തിന് വേണ്ടി കാത്തിക്കുക. അത് എത്ര വേഗം ചെയ്യുന്നോ അത്ര നന്ന്. അത് മൈൻഡ് ചെയ്യണ്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മളുടെ അവധി അവസാനിച്ചു എന്നാണ്. പിന്നെ നമ്മൾ കയറി പോകാൻ മറ്റോടത്തേക്കാം. അതെ, സനസ്തതിരുജുലു എന്ന് പറയുന്ന ആ സംഗതിയിലേക്ക് നമ്മൾ പോകാം. ദറജ കൂടിയേ പോകും. കാരണം അത് നമ്മുടെ തീരുമാനമാണ്. ഇവിടെയാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. ഇവിടെ നിൽക്കുക. നമ്മുടെ മനസ്സാണ് നമ്മളെ നിർണയിക്കുന്നത്, നമ്മളെ തീരുമാനിക്കുന്നത്. അത് വേണമെങ്കിൽ തീരുമാനിക്കാം, വേണ്ടെങ്കിൽ അങ്ങോട്ടും വിടാം. അള്ളാഹ്ക്കിപ്പോൾ നരകം നിറഞ്ഞെന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. സ്വർഗത്തിൽ ഈ മനുഷ്യരൊക്കെ കൂടി കയറി ചെന്നെന്ന് വിചാരിച്ചിട്ട് അതിലും പ്രശ്നമില്ല. രണ്ടും അള്ളാഹുവിന് യാതൊരു. ഇങ്ങനെ നമ്മൾ ഇതിലിങ്ങനെ പടി കയറി പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വിജയിക്കുകയാണ്. പക്ഷേ അള്ളാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. യഥാർത്ഥത്തിൽ അള്ളാഹു അവരെ പരിഹസിച്ച് അവർ പോലും അറിയാതെ തിന്മയുടെ ആഴങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ് ചെയ്യും. അവസരങ്ങളും സൗകര്യങ്ങളും വർദ്ധിക്കുന്തോറും തങ്ങളാണ് ശരി എന്ന ഒരു തീർപ്പിലേക്ക് മനുഷ്യരെത്തുകയും ആ മാർഗത്തിൽ അങ്ങനെ വിഹരിക്കുകയും ചെയ്യും. അവരുടെ ഭൗതിക നാശവും പരലോകനാശവും ഉറപ്പാക്കുന്ന ആ ധിക്കാരികളിൽ അള്ളാഹുവിൻ്റെ തന്ത്രം അതാണ് ഇന്ന കൈദി മത്തീൻ എന്ന് പറയുന്ന തന്ത്രം. ഭൗതികത മാത്രം തിരഞ്ഞെടുത്ത വ്യക്തിയായാലും സമൂഹമായാലും അള്ളാഹുവിൻ്റെ നടപടിക്രമം അതാണ്. രണ്ടിലും അതങ്ങനെ തന്നെയാണ്. നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ നടപടിക്രമം അതായിരുന്നു. പരലോകത്തെ നിഷേധിച്ചവർക്ക് അവരുടെ തകർച്ച ഒരിക്കലും കാണാനും വിലയിരുത്താനും സാധ്യമാവുകയില്ല. അവരാൽ പീഡിപ്പിക്കപ്പെടുന്ന അടിച്ചമർത്തപ്പെടുന്ന വിശ്വാസികളെ സംബന്ധിച്ചും അള്ളാഹുവിന് ലക്ഷ്യമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ 2 ലക്ഷ്യങ്ങളുണ്ട്. അവലം യതഫക്കറൂ മാ ബിസ്വാഹിബിഹിം മിൻ ജിന്ന ഇൻ ഹുവ ഇല്ലാ നദീറും മുബീൻ. റസൂലിനെ പിടിച്ച് അവരുടെ മുന്നിലങ്ങ് നിർത്തിയ പോലെയാണ്. നമ്മൾ ഈ സൂറത്തുൽ അഹ്സാബിൻ്റെ ഈ അഹ്റാഫിൻ്റെ അതിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ആ കൺക്ലൂഷൻ എന്ന് പറയുന്ന ആ മനോഹാരിത നമ്മൾ ശരിക്കും നമ്മളിതിങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ വായിച്ചു നോക്കണം. അതിനൊരു ഗംഭീര മനോഹാരിത ഉണ്ട്.
അവലം യത്തഫക്കറു, അവർ ചിന്തിക്കുന്നില്ലേ, മാ ബി സാഹിബിഹിം മിൻ ജിന്ന, നിങ്ങളുടെ ഈ സാഹിബ് ഒരു ഭ്രാന്തനല്ല. നമ്മൾ ആലോചിക്കണം. അതായത് ഈ റസൂലി കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ പറയുമ്പോൾ അവർ ഒരുമിച്ച് കൂടുന്നുണ്ട് ഈ റസൂലിനെതിരെ എന്ത് പ്രതിരോധമാണ് നമ്മൾ തീർക്കുകയെന്ന്. വലീദ് ബിൻ മുഗീറയുടെ നേതൃത്വത്തിൽ, വലീദ് ബിൻ മുഗീറ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ചില്ലറക്കാരനല്ല, സമ്പന്നനാണ്, അറിവുള്ളവനാണ്, സ്വാധീനമുള്ളവനാണ്, എല്ലാ സംഗതിയിലും പെർഫെക്റ്റ് ആളാണ് ഈ വലീദ് ബിൻ, നമ്മൾ ഖാലിദ് ബിൻ വലീദിൻ്റെ വാപ്പയാണ്. അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് നമുക്ക് ഇദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് പറഞ്ഞാലോ. അവർ പലരും മുമ്പേ പറയണമൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഏശണില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ അവരൊരു കൂടിയാലോചനയിൽ പറയാം. എന്ത് വർത്താനം നിങ്ങൾ ഈ പറയണത്? അതായത് ഈ ഖുറൈശ് ഗോത്രത്തിൽ, ഈ ഹാഷിം കുടുംബത്തിൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ജനിച്ചു വളർന്ന് ഈ 10-40 വയസ്സാകുന്നവരെ അല്ലാമീൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടി പുകഴ്ത്തിയ ആള് ഇപ്പോൾ നമ്മൾ പ്രാന്തനാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്? ഇദ്ദേഹം സാഹിത്യത്തിലൊക്കെ അങ്ങേയറ്റത്തിൽ എത്തിയ ആളാണ്. ജിന്നുകളുടെ സാഹിത്യം പോലും അറിയാമെന്ന് പറയുന്ന ആളാണ്, മനുഷ്യരുടെ മാത്രമല്ല. ഈ പറയുന്ന അദ്ദേഹം, ഈ റസൂലി പറയുന്നത് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ ആരെ വിശ്വസിക്കാമെന്ന്? അങ്ങനെയാണ് അവസാനം ഒരു കൺക്ലൂഷനിൽ അവർ അത് സിഹറാണെന്ന് പറയാം. ഇനിയിപ്പോൾ അതേ പറ്റുള്ളൂ എന്ന്. അതായത് സിഹറിന് പിന്നെ അങ്ങനെ ഒരു മാജിക് ഉണ്ടല്ലോ, മറ്റൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ റസൂലിനെ മുന്നിൽ നിർത്തിയിട്ട് അള്ള ചോദിക്കുക, നിങ്ങളുടെ ഈ സാഹിബ് ഭ്രാന്തനാണോ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? കാരണം നിങ്ങളുടെ മുന്നിൽ വളർന്നതല്ലേ. റസൂല് അറിയപ്പെടാത്തൊരു വ്യക്തിയല്ലല്ലോ. അവിടുത്തെ ഏറ്റവും ഉന്നതമായ ഗോത്രത്തിൽ, ഉന്നതമായ കുടുംബത്തിൽ ഈ 10-40 വയസ്സുവരെ അവിടുത്തെ ഗോത്രത്തലവൻ്റെ സംരക്ഷണയിലൊക്കെ ആയി ജീവിച്ച ആ മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ അത് ഭ്രാന്താണോ എന്നാണ്. അതെങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അവിടുത്തെ മനുഷ്യരോട് ചോദിക്കാം. ഇൻ ഹുവ ഇല്ലാ നദീറും മുബീൻ, ഈ പ്രവാചകൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു മുന്നറിയിപ്പ് എന്നതല്ലാതെ എന്താണ്? കാരണം അദ്ദേഹത്തിന് വല്ല നേട്ടം കിട്ടാനാണെച്ചെങ്കിൽ അത് പറയില്ല. അത് പലരും പറയുന്നുണ്ട്. കാരണം നൂഹ് നബി അടക്കമൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഈ 950 കൊല്ലം പണിയെടുത്തിട്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവുമില്ലാത്തൊരു കാര്യം മുഹമ്മദുർ റസൂല് വന്നിട്ട് മക്കയിൽ പറഞ്ഞിട്ട് വിജയിക്കാമെന്ന് വിചാരിക്കുമോ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വിജയിക്കുന്ന ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറം കെടുക്കുന്നത് ഭൗതികമായ വലിയ സംഭവങ്ങളാണ്. അതിനെ പ്രതിരോധിച്ചുകൊണ്ടേ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വരാൻ പറ്റുള്ളൂ. അത് ശരിക്കും പരലോകം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തവനക്ക് മാത്രമേ അതിലേക്ക് വരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ 13 കൊല്ലം റസൂല് അതിനു വേണ്ടി മാത്രം മെനക്കെട്ടത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എന്താണെന്ന് പഠിപ്പിക്കാൻ. അത് പഠിച്ചവനല്ലാതെ ഇതിലേക്ക് വരാൻ പറ്റില്ല. കാരണം അതല്ലെങ്കിൽ ഈ ഭൗതിക ജീവിതത്തിൻ്റെ ആസ്വാദനങ്ങൾ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകും. എന്നിട്ട് റസൂല് അത് തന്നെ തിരഞ്ഞെടുത്തു. ഈ മുന്നറിയിപ്പാണ്. റസൂലിന് അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആളുകൾ അതിലേക്ക് കൊണ്ടുവരാനോ ഒരു പണിയില്ല. കാരണം റസൂലിന് അത്രയും അടിത്തറയുണ്ട്. കാരണം അൽ അമീൻ എന്ന് പറയുന്ന എല്ലാവരോടും എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാത്ത എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു ബേസ് റസൂലിനുണ്ട്. റസൂലിന് നേട്ടമുണ്ടാക്കാനാണെങ്കിൽ അതാണ് ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ആലോചിച്ചുകൂടെയെന്ന്. കാരണം നമ്മളുടെ മാതിരി ഒന്നല്ല, ഈ നമ്മളെക്കാളൊക്കെ കുറച്ച് അന്തം കുന്തൊക്കെ ഉള്ളവരായിരുന്നവർ. നമ്മൾ ഇപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി പറയുമല്ലോ, ഇവർ മക്ക മുശ്രിക്കീങ്ങളെയൊക്കെ കടുപ്പപ്പെട്ടവരാണെന്ന്, അല്ലേ? അതിൽ കുറേ ശരിയുണ്ട്. അത് വെറുതെ അങ്ങ് പറയുന്നതല്ല. കാരണം ഈ ഖുർആനിൽ പറയുന്നുണ്ട്, മക്കക്കാരായ ആളുകൾ കപ്പലിലും നടുക്കടലിലും ഒക്കെ അകപ്പെട്ട അള്ളാഹുവിനെ മാത്രമേ വിളിക്കുള്ളൂ എന്ന്. അവർ പിന്നെ പോന്നിട്ട് അതൊക്കെ മറക്കുമ്പോഴാണ് മറ്റവരെ വിളിക്കുക. ഖലീലുൽ ബുഖാരി അങ്ങനെയല്ല പറയണത്, മൂപ്പര് കപ്പലിൽ പെട്ടപ്പോൾ തന്നെ മറ്റേ ബദരീങ്ങളെ വിളിച്ചതാണ്. ഇനി ആരാ കേമന്മാർ നീ നമുക്ക് ചോദിച്ചു നോക്കിക്കൂടെ? പരസ്യമായിട്ട് പറയാണ്. കരച്ചിലൊക്കെ അങ്ങനെ അഭിനയിച്ചിട്ട് കപ്പലിൽ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ, എന്താ ഇവരൊക്കെ ഈ പറയണത്? എന്നിട്ട് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതിനാ കുഴപ്പം, ഇവർ ഈ ചെയ്യുന്നതിനല്ല. അതായത് ഇവരിനേക്കാൾ ബുദ്ധിയും യുക്തിയും ബോധമൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. കാരണം അവർ മരുഭൂമിയിൽ ജീവിക്കുന്നവരാ, അവർക്ക് അത് ഇല്ലാഞ്ഞാൽ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ നിലക്കൊക്കെ അവർ നമ്മളെയൊക്കെ, നമ്മളുടെ ഈ മുസ്ലിം സമൂഹത്തെയൊക്കെ എത്രയോ മെച്ചമാണെന്ന് നമുക്ക് ഈ ഖുർആനിലൂടെ പോകുമ്പോൾ നമുക്കിങ്ങനെ കാണാം.
ഇതൊന്നും വായിക്കാത്തവർക്ക് ചിലപ്പോൾ അതൊക്കെ വലിയ അതിശയമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഈ ഖുർആൻ വായിക്കുന്നവർക്ക് അതൊരു അതിശയൊന്നായിട്ട് തോന്നില്ല. അവർക്ക് മുന്നിലുള്ള ഏക സാധ്യത എന്ന് പറഞ്ഞാൽ ഈ റസൂലിനെ എങ്ങനെയെങ്കിലും ഒന്ന് നിഷേധിക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് പറയാം. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വഖാലു യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്റു ഇന്നക ലമജ്നൂൻ. ഖുർആൻ പറയുന്നുണ്ട്, വയഖൂലൂന ഇന്നാ ലതാരികു ആലിഹത്തിനാ ലശായിറും മജ്നൂൻ. ഇതൊക്കെ അവർ വിളിക്കുന്നത് തന്നെയാണ്. അവർ വിളിച്ചിട്ടുണ്ട് ഈ ഭ്രാന്തൻ എന്നും ഷായിർ എന്നും സാഹിർ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സന്ദേശം എല്ലാ നിലക്കും ബുദ്ധിപരമായും പ്രാമാണികമായും സാംസ്കാരികമായും ചരിത്രപരമായും സാഹിത്യപരമായും പ്രകൃതിപരമായും എല്ലാ നിരക്കും അവരെ തന്നെ അങ്ങനെ തുറച്ചു നോക്കുക. കാരണം ഈ അത്യുന്നത സാഹിത്യത്തിൻ്റെ ആ നെറുകയിൽ അവർ നിൽക്കണം. അവർക്ക് എഴുത്തും വായനയൊന്നും വലിയ പ്രചാരത്തിലില്ല, അറിയില്ല എന്നുള്ളതല്ല പ്രശ്നം, അവർക്ക് അത് ആവശ്യമില്ല എന്നുള്ളതാണ്. അവരതിനു വേണ്ടി ശ്രമിക്കാത്ത എന്താ വെച്ചാൽ അവർക്ക് ആവശ്യമില്ല. അവർക്ക് ആകെ ആവശ്യമുള്ള എന്താ വെച്ചാൽ ഈ കച്ചവടത്തിന് കണക്കെഴുതാനാകും ഒരാളാണ്. മറ്റതുള്ളതൊക്കെ അവരുടെ മനപ്പാഠമാണ്. അല്ലെങ്കിൽ കവിത എഴുതിയിട്ടൊക്കെ കെട്ടി തൂക്കാൻ, കവിത ഉണ്ടാക്കാൻ അവർക്ക് ഇത് വേണ്ട. കാരണം ഒരു ഭാഷയിലെ അഗ്രഗണ്യന്മാരാണ്. ആ അഗ്രഗണ്യന്മാരായ ആളുകളുടെ ഇടയിലേക്കാണ് ഈ എഴുത്തും വായനയും അറിയാത്ത ഉമ്മിയായ റസൂല് അവർക്കൊരു ചെറിയ തെറ്റുപോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ദിവസം കൊണ്ടല്ല, 23 കൊല്ലം കൊണ്ട് ഒരു ഗ്രന്ഥം കണ്ട് ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ അവരുടെ മുന്നിൽ വലിയ വെല്ലുവിളിയാണ്. എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റണ്ടേ? അത് ഭയങ്കര അതിശയം, നമ്മളൊക്കെ അത്ഭുതം. ഉമ്മിയെന്ന് റസൂലിനെ ഇങ്ങനെ പറയുമ്പോൾ ഇത് അവരുടെ മുന്നിലുണ്ട്, ഇതൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം അതൊക്കെ അവർക്ക് ഇത്ര ബോധ്യമായിട്ടും അവർ തന്നെ നിരാകരിച്ചു എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ നരകം എന്ന് പറയുന്ന സംഗതിയുടെ പ്രശ്നം കേൾക്കുന്നത്. അവിടെയാണ് ഈ നരകം എന്ന് പറയുന്ന സംഗതി. ഇതൊന്നും അവർക്ക് ബോധ്യമല്ലാതെയോ അറിവില്ലാതെയോ അല്ല ചെയ്യുന്നത്. കലിപ്പിച്ചു കൂട്ടി ഇതിനെ നിഷേധിക്കണം, നിരാകരിക്കണം എന്നുള്ളതാണ് അവരുടെ സംഗതി. അവരുടെ പ്രശ്നം അതാണ്. ഈ ഖുർആനും ഈ പ്രവാചകനും പ്രവാചക ജീവിതവും ചര്യയും ഇന്നും ഭൂമിയിലെ മനുഷ്യർക്ക് നേരെ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെല്ലുവിളിച്ച് നിൽക്കുക. ഈ റസൂലിനെ പോലെ ഭൂമിയിൽ റസൂലിന് മുമ്പോ റസൂലിന് ശേഷമോ ഇത്രയും വ്യക്തമായ ജീവചരിത്രമടക്കം രേഖപ്പെടുത്തിയ ഒരു മനുഷ്യനെ നമുക്കിന്ന് ഭൂമിയിൽ കാണാൻ പറ്റില്ല. ഈ 14ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അതിന് യാതൊരു മങ്ങലുമില്ല. അത് തന്നെ ഒരു അത്ഭുതമാണ്. മനുഷ്യരുടെ മുന്നിൽ, അവരുടെ മാത്രമല്ല നമ്മളുടെ എല്ലാവരുടെയും മുന്നിൽ നമ്മൾ അത്ഭുതമായി നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ ഖുർആനും ഈ പ്രവാചകനും. അതാണ് ഈ ഇന്നാഅത്തൈനാക്കൽ കൗസർ എന്നൊക്കെ പറയുന്ന ആ സംഗതി. അതാണ് അത് നമ്മളിന്ന് ഓരോ ദിവസവും ഓരോ ആൾക്കും കേൾക്കാം. കാരണം ഏത് മനുഷ്യനെ കുറിച്ചിട്ടാണ് ഈ 5 നേരം ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പേര് വിളിച്ചറിയണം എവിടെയെങ്കിലും? അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. നമ്മളിപ്പോൾ ഒരു ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുക, എവിടെ നോക്കിയാൽ ഈ മുഹമ്മദ് ഇങ്ങനെ വിളിച്ചു പറയുന്നതായി നമ്മൾ കേൾക്കുന്നു. അതാണ് അല്ലാതെ നമ്മുടെ നബിദിനം നടത്തിയോണ്ടോ റാലി നടത്തിയോണ്ടോ ഒന്നല്ല ഈ റസൂലിൻ്റെ പേര് ഇവിടെ നിൽക്കുന്നത്. റസൂലിൻ്റെ പേരൊക്കെ ഇവിടെ നിലനിർത്താനുള്ള എല്ലാ സംവിധാനവും ആര് നിർത്തിയിട്ടുണ്ട്? അള്ളാഹു തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി അവരോട് ചോദിക്കാം, അവലം യൻദുറു, നിങ്ങൾ നിരീക്ഷിക്കുന്നില്ലേ ഈ മലക്കൂത്തി സമാവാത്തി വല്ലറും, ആകാശഭൂമികളിലെ ആ സംവിധാനമുണ്ടല്ലോ, അതിൻ്റെ അടക്കി ഭരിക്കുന്ന ആ സംവിധാനം, അതിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? കാരണം അവരുടെ മുന്നിൽ അന്ന് പറയുമ്പോൾ മലക്കൂത്ത സമാവാത്ത് എന്ന് പറയുമ്പോൾ അവർ കാണുന്നൊരു മലക്കൂത്ത സമാവാത്ത് ഉണ്ടല്ലോ. അത് ഈ ഖുറൈശ് ഗോത്രത്തിലെ ഹാഷിം കുടുംബത്തിലെ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി ജനിച്ച് അനാഥനായി നിങ്ങൾക്ക് മുന്നിൽ വളർന്ന് 40ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് മുന്നിൽ പ്രവാചകനായി എഴുന്നേറ്റ് നിന്ന് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ, അതൊരു ഭ്രാന്തും അസാധാരണവുമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ ആയാത്തുകൾ നിഷേധിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് പറയാൻ കഴിയില്ല എന്നാണ്. അവരെ വീണ്ടും അള്ളാഹു അവരുടെ മുന്നിൽ തുറന്നു കിടക്കുന്ന പ്രപഞ്ച സംവിധാനങ്ങളിലേക്കും അവർ ജീവിക്കുന്ന പ്രകൃതിയിലേക്കും കൊണ്ടുവന്നിങ്ങനെ നിർത്തുക. കാരണം അവരാകുന്ന ഈ മനുഷ്യർ ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ ആദ്യം അവരാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? ആകാശഭൂമികളാകുന്ന ഈ പ്രപഞ്ച സാമ്രാജ്യം, പരസ്പര ബന്ധിതമായ അവയുടെ ഭരണ സംവിധാനം, ഒന്നൊന്നിനോട് വിരുദ്ധമാവാത്ത അവയുടെ പ്രവർത്തന രീതി, ഓരോന്നിൻ്റെയും കൃത്യമായ ദൗത്യനിർവഹണം,
ഒരു അദൃശ്യ ശക്തിയുടെ ആജ്ഞകൾക്ക് സമ്പൂർണ്ണമായി കീഴടങ്ങിയതായി നമുക്കിങ്ങനെ കാണാൻ കഴിയും. എവിടെ നോക്കിയാലും നമുക്കത് കാണാം. ഇതാണ് ആയാത്ത്. ഇത് ആയാത്തുകളാണ്. അത് ആയാത്തുകൾ ഇവിടെ ഉള്ളതാണ്. ഇത് ഖുർആൻ വന്ന് പറഞ്ഞു തരും, അതിനെക്കുറിച്ച് പറഞ്ഞു തരിക. അപ്പോൾ അതാണ് ഇതൊക്കെ ആയാത്തുകളാകുന്നത്. ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം നമുക്ക് അതിൽ നിന്ന് കാണാനാവുന്നില്ലേ? വമാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ, ഇതിലൊക്കെ അള്ളാഹു സൃഷ്ടിച്ച ഓരോ സംഗതികളും ആ വസ്തുക്കളിലൊക്കെ, അതായത് മനുഷ്യരും ജന്തുക്കളും സസ്യജാലങ്ങളും ഓരോ ദൗത്യങ്ങൾ നിർവഹിച്ച് അവ പിൻവാങ്ങിപ്പോകുന്നത് നമ്മൾ കാണില്ലേ? വരുന്നു പോകുന്നു. സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ പ്രത്യക്ഷപ്പെടുകയും പിൻവലിയുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നില്ലേ? ആരാണ് ഇതിനൊക്കെ പറഞ്ഞേക്കണേ? ആരാണ് ഇതിനെ പിൻവലിക്കുന്നത്? ആരാണ് ഇവർക്കൊക്കെ അവധി നിശ്ചയിക്കുന്നത്? ഇതൊക്കെ നമ്മൾ, അതായത് മുന്നിൽ നമ്മൾ കാണുന്ന നിരവധി പ്രതിഭാസങ്ങളെക്കുറിച്ച് നമ്മൾ അശ്രദ്ധരായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ആയാത്തുകളെ നിഷേധിക്കാൻ കഴിയുന്നത്. അതായത് അള്ളാഹു തന്ന കൽബും സമഉം ബസറും ഒക്കെ നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ അശ്രദ്ധയിൽ എത്തിപ്പെടുന്നത്. അവക്കൊക്കെയും അവ നിർണയിച്ചു നൽകിയ ഒരു ശക്തിയുണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്നവർ തന്നെയാണ് അവർ. അതവരെ അംഗീകരിക്കാത്ത പ്രശ്നമൊന്നുമില്ല. അവർ നിരീശ്വരവാദികളൊന്നുമല്ല. ഭൂമിയിലെ ഏറ്റവും ഗൗരവപ്പെട്ട സൃഷ്ടിയായ, ഉന്നത സൃഷ്ടിയായ ഭൂമിയിലെ സർവ്വതും ഉപയോഗിക്കുന്ന, സർവ്വത്തിനെയും അടക്കി ഭരിക്കുന്ന മനുഷ്യർ മാത്രം ഒരു അലക്ഷ്യമായ സൃഷ്ടിയാവുമോ എന്നാണ് അവരോട് ചോദിക്കുന്നത്. അതിനൊരു ലക്ഷ്യം ഉണ്ടാവില്ലേ? അപ്പോൾ അതിന് ഹിദായത്ത് വേണ്ടി വരില്ലേ എന്നുള്ളത്. അലക്ഷ്യതയിൽ നിന്നും അനാസൂത്രണത്തിൽ നിന്നും ഇതുപോലൊരു ഭൂമിയും അതിലെ വിഭവങ്ങളും ഈ മനുഷ്യരും ഉണ്ടാവുമോ? അത് ചോദിക്കാം. ഇന്നത്തെ നിരീശ്വരവാദികളോടും നമുക്ക് ചോദിക്കാൻ പറ്റും. അജലുഹും, അതായത് ഓരോന്നും അതിൻ്റെ ദൗത്യം അവസാനിപ്പിച്ച് പിൻവാങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ നോക്കിയാൽ ആരാണ് അവയെ ഉത്ഭവിപ്പിക്കുന്നത്? ആരാണ് അവയെ പിൻവലിക്കുന്നത്? നിങ്ങളുടെ ഓരോ മനുഷ്യരും ഓരോ സെക്കൻഡിലും അയാളുടെ അജല് ഇങ്ങനെ പൂർത്തിയാക്കിയിട്ട് പോകുന്നത് നമ്മൾ സ്വയം തന്നെ കാണുന്നുണ്ട്. മുമ്പ് പൂർത്തിയാക്കിയവർ ആരും ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടുമില്ല. ഒക്കെ അവരുടെ അവധിയാക്കി അതിൻ്റെ അവസാനത്തിലേക്ക് പോകുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർ വേറൊരു രംഗത്തിലേക്ക് കടന്നുപോയി എന്നുള്ളതാണ്. ഇങ്ങോട്ട് തിരിച്ചിട്ടുള്ള വരവില്ല. അജലുകൾ, അവധി നിർണയം അത് കൂടുകയോ കുറവില്ല. മനുഷ്യനാണെങ്കിലും സമൂഹമാണെങ്കിലും ഇനി പ്രപഞ്ചത്തിന് മൊത്തമാണെങ്കിലും അത് കൂടുകയോ ഇല്ല. ഇത് അജലുഹും ലാ യസ്തഖിറൂന സാഅത്തൻ വലാ യസ്തഖ്ദിമൂൻ. ഈ അന്ത്യപ്രവാചകന് ശേഷം, അന്തിമ വേദത്തിന് ശേഷം എന്തൊരു വാർത്തയാണ് അത്! എന്ത് സംഭവവികാസമാണ് ഇനി അവർ കാത്തിരിക്കുന്നതെന്നാണ്. ഇനി ഒരു പ്രവാചകൻ വരികയില്ല, ഒരു ഹിദായത്ത് വേറെ വരികയില്ല, നമുക്ക് ശേഷം വേറൊരു ഉമ്മത്ത് ഇനി ഉണ്ടാവുകയില്ല. അത് അനിവാര്യമായ സംഗതികളാണ്. അപ്പോൾ ഒന്നിനും വേണ്ടി ആരും കാത്തിരിക്കേണ്ടതില്ല. വമൻ യുദ്ലില്ലാഹു ഫലാ ഹാദിയ ലഹു, അള്ളാഹു നിർദ്ദേശിച്ച വഴിയിലൂടെയല്ലാതെ, പ്രവാചകന്മാർ കാണിച്ച വഴിയിലൂടെയല്ലാതെ, അള്ളാഹു പിഴച്ച വഴികളായി നിശ്ചയിച്ച വഴികളിലൂടെ സഞ്ചരിച്ച് ആരും ഹിദായത്തിലെത്തുക സാധ്യമല്ല എന്നാണ്. അത് സാധ്യമേ അല്ല. നമ്മൾ എന്തൊക്കെ വിചാരിച്ചു എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ വിധിക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ്. എന്താണ് ശരി, എന്താണ് എന്നിലേക്ക് എത്താനുള്ള വഴിയെന്ന് ആരാ തീരുമാനിക്കേണ്ടത്? അള്ളാഹുവാണ്, നമ്മളല്ല. നമ്മൾ കുറേ നല്ലതാണ് തീരുമാനിച്ച് അങ്ങോട്ട് കൊടുക്കുന്നതല്ല. അതൊക്കെ ഖുർആനിൽ പല സ്ഥലത്തും പല ഭാഷകളിൽ പറയുന്നതാണ്. അള്ളാഹുവിൻ്റെ ഒരധികാരവും കൈമാറ്റം ചെയ്യപ്പെടുകയില്ല. അതും കൂടി നമ്മൾ ആലോചിക്കേണ്ട. നമ്മൾ കൊടുത്ത ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കാക്കുമല്ലോ. മുഹയ്യദ്ദീൻ ഇവരൊക്കെ തരയുണ്ട്, ജിബ്രീൽ തങ്ങളൊക്കെ പറയുന്നുണ്ട്, അള്ളാഹു ചെയ്യുന്ന എല്ലാ പണി ഇവർക്കും എല്ലാം ഔലിയാക്കന്മാർക്കും ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ശക്തി അങ്ങോട്ട് കൊടുത്തത് ആരാ തീരുമാനിച്ചത്? മൂപ്പര് കൊടുത്തെന്ന് മൂപ്പര് തീരുമാനിച്ച്. മുഹയ്യദ്ദീൻ ശേഖന് എല്ലാ സംഗതികളും അള്ളാഹ് കൊടുത്തേക്കണെന്ന് ആര് തീരുമാനിച്ച്? ഈ മാലക്കാരൻ തീരുമാനിച്ച്. അള്ളാഹുടെ ഒരു കഴിവ് ഒരാൾക്കും കൈമാറ്റം ചെയ്യില്ല. അങ്ങനെ കൈമാറ്റം ചെയ്ത അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അള്ളാഹ് തന്നെ അള്ളാഹ്ക്ക് പങ്കുകാരനെ നിശ്ചയിച്ചു എന്നാണ്. അത് അള്ളാഹ് ചെയ്യില്ല, അള്ളാഹ് ആ പരിപാടി ചെയ്യില്ല. അതുകൊണ്ട് അതൊക്കെ ഇവർ പറഞ്ഞുണ്ടാക്കുന്ന സംഗതി. എങ്ങനെയാണ് മനുഷ്യനെ ഈ വഴിതെറ്റിക്കുന്നത് എന്നുള്ളത് അതൊക്കെയാണ് ഈ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്.
അതുകൊണ്ട് നമ്മൾ ആര് ഏത് പേരിൽ വിളിച്ചാലും അതൊന്നും സംഭവിക്കാൻ പോവില്ല. ഗൗസുല്ലാസം എന്ന് നമ്മൾ കുറെ വിളിച്ചു വിചാരിച്ചിട്ട് അദ്ദേഹം ഗൗസുല്ലാസമാണെന്നും പോവില്ല. കുത്തുബുൽ അഖ്താബ് എന്ന് നമ്മൾ പറഞ്ഞു വിചാരിച്ചിട്ട് ലോകത്തിൻ്റെ അച്ചുതണ്ടാകാനൊന്നും ആരും ഇവിടെ പോകുന്നില്ല. ഇവിടെ വരുന്നു, മരിക്കുന്നു, ആ കാലം കഴിയുന്നു, അവരുടെ പണിയെടുത്ത് അവർ പോകുന്നു എന്നല്ലാതെ ആ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുമായിട്ട് പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല. അതാരാണെങ്കിലും ഇല്ല, അത് പ്രവാചകനാണെങ്കിലും ഇല്ല. മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇവിടുത്തെ ഡ്യൂട്ടി അവസാനിച്ചു. അങ്ങനെ ആഗ്രഹം പ്രകടിക്കുന്ന ഒരേ ഒരു ടീമുള്ളത്ര അത് ശുഹദാക്കളാണെന്ന് അവരോട് പറഞ്ഞാൽ ആ പരിപാടി നടക്കില്ല. ശുഹദാക്കൾ ഇവിടുന്ന് ഷഹീദായി അവിടുത്തെ ആളുകളോട് അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ ഞാൻ ആഗ്രഹമെന്ന്, എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന്. ഇനിയിപ്പോൾ എന്ത് ചോദിക്കാനോ ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഒന്നും കൂടി അങ്ങോട്ട് പോയിട്ട് ഒന്നും കൂടി ഷഹീദാകണമെന്ന്. അത് നടക്കില്ല, ആ പരിപാടി നടക്കാൻ പോകുന്നില്ല. ആകെ ആവശ്യപ്പെടുക അവരായിട്ടാണ് നമ്മൾ കാണുന്നത്, അവർക്ക് പോലും അത് നടക്കുകയില്ല. ഇനി അവർ ചോദിക്കുക യസ്അലൂനക, അതായത് റസൂൽ ഇങ്ങനെ അവരോട് ഈ സാഅത്തിനെ കുറിച്ച് പറയാണല്ലോ. കാരണം ഈ അന്ത്യഘട്ടം വൽയൗമിൽ ആഖിറാണല്ലോ ഇതിൻ്റെ അടിസ്ഥാനം. അള്ളാഹുവിലും അന്ത്യഘട്ടത്തിലും വിശ്വസിക്കുക. ഈ അന്ത്യഘട്ടത്തിൽ വിശ്വാസം ഞാൻ വിചാരിച്ചാൽ പിന്നെ ഈ പണി പറയണ വർത്താനമൊക്കെ വെറുതെ, പിന്നുള്ളത് ഭൂമിയാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് ശരി, അന്ത്യഘട്ടമാണ് പ്രശ്നം. ഇനി അള്ളാഹു തന്നെ അന്ത്യഘട്ടമൊന്നും ചെയ്യും, ഭൂമി മാത്രമേ നമുക്കുള്ളൂ എന്ന് വിചാരിച്ചാലും പ്രശ്നം ചെയ്യാം. പക്ഷേ ഈ അന്ത്യഘട്ടവും അവിടുത്തെ വിചാരണയും രക്ഷാശിക്ഷയുമാണ് പ്രശ്നം. അതിനെക്കുറിച്ചാണ് ഈ റസൂൽ ഇങ്ങനെ പറയാം, സാഹത്തിനെ കുറിച്ച്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, അവർ കളിയൊക്കെ ചോദിക്കുക, അയ്യാന മുറിസാഹ, അത് എപ്പോഴാണ് കെട്ടിയെടുക്കുകയാണ് ഈ പറയണ ഈ സംഗതി എപ്പോഴാണ് ഇങ്ങോട്ട് നങ്കൂരമിടുക. അതാണ് ആ വാക്ക്. നങ്കൂരയുടെ കപ്പലൊക്കെ നങ്കൂരിടുന്ന പോലെ ഇവിടെ കൊടുത്ത് എപ്പോഴത് സ്ഥാപിക്കുക എന്ന് ചോദിക്കാം. അള്ളാഹ് റസൂലിനോട് പറയാം, അവർ കളിയാക്കിയാലും ഇന്നമാ ഇൽമുഹ ഇൻദ റബ്ബി, അതിൻ്റെ അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലും മാത്രം. മലക്കുകളുടെ കയ്യിലില്ല, ജിന്നുകളുടെ കയ്യിലില്ല, റസൂലുമാരുടെ കയ്യിലില്ല, വലിയമാരുടെ കയ്യിലില്ല, ആരുടെ കയ്യിലുമില്ല. ഈ സയൻസിൻ്റെ കയ്യിലുമില്ല, ആരുടെ കയ്യിലും ഇതില്ല. ലാ യുജല്ലിഹ ലി വഖ്തിഹ ഇല്ലാഹു, അതിനെ വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് അതിൻ്റെ സമയമായാൽ അള്ളാഹു മാത്രമാണ്. അത് അതിൻ്റെ സമയം നിശ്ചയിക്കുന്നത് അള്ളയാണ്, അത് വെളിപ്പെടുത്തുന്നതും അള്ളാഹുവാണ്. ഇവിടെ ആർക്കും ഇനി ആരും ഇന്ന കൊല്ലം ഇന്ന ടൈമിൽ ലോകം അവസാനിക്കും, അങ്ങനെ പലയിടത്തും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനത്തിൻ്റെ പിന്നാലൊന്നും ആരും പോകണ്ട. അത് ഏത് സൂഫിയാണെങ്കിലും പോണ്ട, ഏത് ഷെയ്ഖാണെങ്കിലും പോണ്ട. കാരണം അള്ളാഹു ഖണ്ഡിതമായി പറയാണ്, അത് ഒരിക്കലും ഒരാൾക്കും. പ്രവാചകനോട് ജിബ്രീൽ അത് ചോദിക്കുന്നുണ്ട്. റസൂൽ പറയണത് എന്താ ചോദിച്ചാൽ, ചോദിക്കുന്ന ആളും ഞാനും ആ കാര്യത്തിൽ ഓക്കെയാണ്, ഒരേ മാതിരിയാണ്. അറിയില്ല, രണ്ടോ ട്രിഗോ അറിയില്ല, ജിബ്രീലിനും അറിയില്ല, റസൂലിനും അറിയില്ല. അത് അള്ളാഹുവിൻ്റെ മാത്രം കയ്യിലുള്ള സംഗതിയാണ്, അള്ളാഹുവിൻ്റെ മാത്രം അറിവിലുള്ളതാണ്. എന്നാൽ സകുലത്ത് ഫിസ്സമാവാതി വല്ലർദി, ആകാശഭൂമികളിൽ അത് ഘനീഭവിച്ചിട്ടുണ്ട്, അത് ഘനീഭവിച്ച് നിൽക്കുന്നുണ്ട്. അത് നമ്മളെ എവിടുന്ന് മനസ്സിലാക്കണം എന്ന് ചോദിച്ചാൽ അറിവിലൂടെ, ഗ്രാഹ്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം എല്ലാം അവസാനിക്കുമെങ്കിൽ ഇതും അവസാനിക്കും. ISROൻ്റെ ചെയർമാൻ വന്നിട്ട് ചെയർമാനോട് ചോദിക്കുകയാണ്, ഒരു അഭിമുഖക്കാരൻ കുറച്ച് കളിയാക്കിയിട്ട്, അതേമാതിരി അർസാഹ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിലായിരുന്നു. ഈ മതവിശ്വാസികളൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് അവസാനിക്കും എന്ന് പറയും. അയാളൊരു തമാശ രൂപത്തിൽ ഇവരെ കളിയാക്കാൻ വേണ്ടി പറയാം. അപ്പോൾ അയാൾ പറയാം, തീർച്ചയായിട്ടും അവസാനിക്കും. ആര്? ISROൻ്റെ ചെയർമാൻ പറയാം, സൂര്യ അവസാനിക്കും. പക്ഷെ അത് 10-20 ബില്യൺ കൊല്ലണ്ട്, അവരുടെ കണക്കിൽ അതുണ്ട്, ഇത് കത്തിത്തീരും എന്നുള്ളത് അവർക്കും അറിയാം. അതായത് സകുലത്ത് ഫിസ്സമാവാതി വല്ലർദി എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളിൽ ഇത് ഘനീഭവിച്ച് നിൽക്കുന്നുണ്ട്. എപ്പോൾ പെയ്യും? മേഘങ്ങൾ ഘനീഭവിച്ച് നിൽക്കുന്നത് പോലെ നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾക്ക് ഒരു കാര്യം നമുക്ക് ഇന്ന ദിവസമാണെന്ന് അറിയില്ല എന്ന് വെച്ചിട്ട് അതില്ലാതെ ആവില്ല. അപ്പം നമുക്ക് മരണം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ, പക്ഷെ എപ്പോഴാണെന്നറിയോ? ഇല്ല എന്ന് വെച്ചിട്ട് നമ്മൾ മരണത്തെ നിഷേധിക്കുമോ? ഗർഭിണിയായ ഒരു സ്ത്രീ എപ്പോഴാണ് പ്രസവിക്കാതെ വിചാരിച്ചിട്ട് പ്രസവിക്കില്ല എന്ന് അറിയാൻ പറ്റുമോ? അതായത് നമുക്ക് അള്ള പറയണത് ഉണ്ട്, ഇത് നിങ്ങൾക്ക് മുകളിൽ ഘനീഭവിച്ച് നിൽക്കുന്നുണ്ട്. ആകാശഭൂമികളിൽ എവിടെയും ഇതുണ്ട്, ആകാശഭൂമികളിൽ ഇത് ഘനീഭവിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴാണെന്നുള്ളത് അള്ള തീരുമാനിക്കും. ഉണ്ട് എന്നുള്ളത് അള്ള തീരുമാനിച്ച് നമ്മളെ അറിയിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്ന് ആരും അള്ള അറിയിപ്പിച്ചിട്ടില്ല. അതേ വ്യത്യാസമുള്ളൂ. അത് വരിക തീക്കും പകുത്ത, അത് പെട്ടെന്നാണ് വരിക. നമ്മളിപ്പോൾ കുറേ ലക്ഷണങ്ങൾ ഇതിൻ്റെ കാണുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിപ്പോൾ വരും നമ്മൾ ഒരിക്കലും വിചാരിക്കണ്ട. ഒരിക്കലും
വിചാരിക്കരുത്. കാരണം ലക്ഷണങ്ങൾ എന്തിനാന്ന് ചോദിച്ചാൽ എന്തിനാ ലക്ഷണം? നമുക്കിപ്പോൾ ഒരു ലക്ഷണം കാണിക്കുന്നത് എന്തിനാ? ഇപ്പോൾ ഒരു രോഗത്തിന് ലക്ഷണം കാണിക്കുമല്ലോ, എന്തിനാ? ട്രീറ്റ്മെൻറ്റ് എടുക്കാനാ അല്ലേ? അതേപോലെയാണ് ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കുറേ അള്ളാഹു റസൂലൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ പോക്കിൽ നിന്ന് പിന്നോക്കം പോകാനാണ്. നിങ്ങളുടെ ഈ പോക്ക് ശരിയല്ല, നിങ്ങൾ മൊത്തം നശിച്ചു പോകും. നശിച്ചു പോകുന്നതിൽ നിന്ന് പിന്നാക്കം നടക്കാനാണ് ലക്ഷണം. ആ ലക്ഷണങ്ങൾ പലതും നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഇത് മനുഷ്യനാണ്, ഒരു പക്ഷേ നാളെ തിരിച്ചു നടന്നുകൂടായില്ല. നമ്മളത് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഖുർആനിൽ ഒരു പ്രവാചകൻ്റെ പേരിൽ തുടങ്ങുന്ന ഒരു സൂറ ഏതാ? ആദ്യം സൂറത്ത് യൂനുസ. ഈ യൂനുസ് നബിയുടെ പ്രത്യേകത എന്താ? ഒരു സമൂഹത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു അദ്ദേഹം. പക്ഷേ ആ പ്രവാചകൻ പറഞ്ഞതൊന്നും ഈ സമൂഹം ഉൾക്കൊണ്ടില്ലാച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം സ്വയം അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടുന്നതിൻ്റെ മുമ്പ് ഒരു തീരുമാനം എടുത്തിട്ട് അവിടുന്ന് നടുവിട്ടോടി. പിന്നീട് എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ആളുകൾ ഇദ്ദേഹം റസൂല് പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോൾ ആളുകൾക്ക് സംഗതി മനസ്സിലായി, ഇത് റസൂല് പറഞ്ഞത് സംഗതി ശരിയാ. അവർ തിരിച്ചു നടന്നു. ആ ശിക്ഷ നടപ്പായില്ല. ശിക്ഷ കിട്ടിയത് ആർക്കാണ് വെച്ചാൽ യൂനുസ് നബിക്കാം. ശിക്ഷ കിട്ടിയത് ആർക്കാണ്? യൂനുസ് നബിക്കാം. അദ്ദേഹത്തിനെ തിമിംഗലം വിഴുങ്ങി. അവിടെ നിന്നിട്ട് പിന്നെ അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ടാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത്. പക്ഷെ ഖുർആനിൽ ഒരു പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഒരു പേര് വെച്ചത് യൂനുസ് നബി അലൈഹി സ്വലാം. അതാണ് നമ്മൾ തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅ്ദഹും അലാ ബഅദ്. നമ്മളെ ഒരു ഇടയിൽ വ്യത്യാസമൊന്നും കൽപ്പിക്കാൻ പാടില്ല. എത്ര ഗംഭീര അതൊക്കെ നോക്കിയാൽ നമ്മൾ യൂനുസ് 10-ാമത്തെ അധ്യായം. അതാണ് അതിൻ്റെ എൻട്രി. അത് യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു, കഅന്നക ഹഫിയ്യുൻ അൻഹാ, അതിനെക്കുറിച്ച് നീ ഇങ്ങനെ നിരന്തരം ചോദിച്ച് അതിനെന്നെ ഇങ്ങനെ ഭരണമായി കെട്ടിമറിയുന്ന അവരുടെ ഒരു മിത്രത്തെ പോലെയാണ് അവരെന്നോട് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ സംഘപരിവാരത്തിനൊക്കെ പറയുമല്ലോ മിത്രങ്ങൾ എന്ന്. എന്നതുപോലെ അവരെ പോലെ ഇതെപ്പോഴാ അതിങ്ങനെ ചോദിച്ച് നടക്കലല്ല റസൂലിൻ്റെ പണി. റസൂലിൻ്റെ പണി എന്താ ചോദിച്ചാൽ അത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയിപ്പിക്കൽ. അത് എപ്പോഴാണ് നിങ്ങൾ അറിയിക്കലല്ല. നിങ്ങളുടെ മാതിരി ഇത് എപ്പോഴാന്ന് ചോദിച്ചിട്ട് അത് എപ്പോഴാണെന്ന് വിചാരിച്ചാൽ തീരുമാനം, പിന്നെ അതിൽ നടപടിയൊന്നുമില്ല, പിന്നെ അതിലൊന്നുമില്ല. അതിനെക്കുറിച്ച് അള്ളാഹു പറയണത് ആ സൂറത്ത് പറയുണ്ടല്ലോ, ഇദ ശംസു കുവ്വിറത്ത് വഇദന്നു. അത് ലക്ഷണമല്ല, അത് നടക്കുകയാണ്. അത് അല്ല. ഇദ ശംസു കുവ്വിറത്ത് എന്ന് പറഞ്ഞാൽ സൂര്യൻ ചുരുട്ടപ്പെട്ടാൽ, നേരത്തെ മറ്റേ ISROൻ്റെ ചെയർമാൻ പറഞ്ഞ മാതിരി ഇത് ഇല്ലാണ്ട് കത്തിപ്പോയി. അത് ലക്ഷണമല്ല. അതുണ്ടായാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞ്. അത് നടപ്പാക്കുന്ന ഘട്ടമാണ് അള്ളാഹ് പറയുന്നത്. ആ ഘട്ട റസൂൽ നമുക്ക് പലപ്പോഴും പറഞ്ഞു തരുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ലക്ഷണങ്ങൾ കണ്ടാൽ തിരിച്ചു പോകാൻ നമുക്ക് കഴിയും. പക്ഷേ കുവ്വിറത്ത് വന്നാൽ പിന്നെ തിരിച്ചു പോക്കില്ല. അത് നടപ്പാകുകയാണ്. ലോകാവസാനം നടപ്പാകുന്ന ഘട്ട. അത് കുറേ പറയുന്നുണ്ട്. ഇതന്നെ ജൂമുൻ കതറത്ത്, നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീഴും, പർവ്വതങ്ങൾ പാറിപ്പോവും, ഗർഭിണികളായ ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെടും, വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും, ബഹര് കത്തിക്കപ്പെടും, ആത്മാക്കൾ ഇണക്കപ്പെടും. ഇതൊക്കെ പറയുന്നത് ലോകാവസാനത്തിൻ്റെ പല ഘട്ടങ്ങളാണ്. അത് അവസാനിച്ചു കഴിഞ്ഞ് ഇനി അതിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ കുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, ഇതിൻ്റെ ഒക്കെ ഇൽമ് അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് നമ്മൾ അറിയുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സംഗതിയുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മളുടെ മനസ്സും കണ്ണും കാതും ഒക്കെ ബുദ്ധിയുമൊക്കെയാണ് നമ്മളിതിന് ഉപയോഗിക്കേണ്ടത്. നമ്മളിതിനെ അവഗണിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഒന്നും വരാനില്ല. കാരണം അള്ളാഹു ഈ വലാലത്ത് ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനറിയാം ഈ വലാലത്തിൽ പോയി ചാടും. ഇതൊക്കെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ വലാലത്തിൽ പോയി ചാടും. അതേസമയം അള്ളാഹു ലോകാവസാനം വരെ ഈ ഖുർആനും ഈ പ്രവാചകൻ്റെ മാർഗങ്ങളും ഇവിടെ നിലനിർത്തും, അത് ഉറപ്പാണ്. പക്ഷേ അത് നോക്കേണ്ടവർക്ക് നോക്കിയാലേ കിട്ടുള്ളൂ. അതിനെ അവഗണിച്ചു പോയാൽ നമ്മൾ അനിവാര്യമായും വലാലത്തിൽ പോയിവിടുക. നമ്മൾ നിസ്കരിക്കുന്നുണ്ടോ, നോമ്പ് വെക്കുന്നുണ്ടോ, സലാത്തിലുണ്ടോ, ദിക്റുകളുണ്ടോ, ഇതൊക്കെ വേറെ കാര്യമാണ്. അതൊക്കെ റെയിലിൻ്റെ മുകളിൽ നിന്ന് തെറ്റിച്ചിട്ട് ഓടുന്ന ട്രെയിനുകളെ പോലെയാണ്. അത് ചിലപ്പോൾ കുറേ ഓടിയേക്കും, പക്ഷേ അത് റെയിലിൻ്റെ മുകളിൽ ആവുകയില്ല. അതാണ് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. ഇതൊന്നും അറിയാത്തവരാണ്
ബഹുഭൂരിപക്ഷമായ മനുഷ്യരും, അതായത് ഞങ്ങൾ സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളും ഇതൊക്കെ വെറുതെ ഇതിഹാസമാണെന്ന് പറയുന്ന അവിശ്വാസികളും രണ്ടും ഒരേ കൂട്ടത്തിൽ, അവരാണ് ബഹുഭൂരിപക്ഷം ലോകത്തിലും. ഈ ഉമ്മത്ത് വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കൂടെയുള്ള സൂചനയാണ് ഇതിൽ നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.